പെരുന്നാള് സ്വീകരിച്ചിട്ടില്ലെങ്കിലും നാളെ പെരുന്നാള്. പിന്നെ സാക്ഷ്യം കൊണ്ട് എന്ത് കാര്യമുള്ള ഇവിടെ 30 കഴിഞ്ഞില്ലേ? അതായത് പിറ്റേന്ന് ഖളാ ആയിട്ട് അല്ല നിസ്കരിക്കുക, അതാ ആയിട്ട് തന്നെ. ബൽ യുസല്ലി മിനൽ ഖദി അദാൻ, അതാ പറഞ്ഞതിന്റെ അർത്ഥം. അതായത് 29 അസ്തമിച്ച 30-ാം രാവ് നിലാവ് കണ്ടു. ഈ കണ്ട വിവരം കിട്ടുന്നത് നാട്ടിലെവിടെയും ഖാദിമാർക്ക് വിവരം കിട്ടിയില്ല. അങ്ങനെ ആളുകളൊക്കെ 30-ന് നോമ്പ് നോറ്റു. അന്ന് നോമ്പ് തുറന്ന് മഗ്‌രിബ് നിസ്കരിച്ചതിന് ശേഷം കുറച്ച് ആൾക്കാർ പറയണം, ഇന്നലെ ഞങ്ങൾ നിലാവ് കണ്ടിരുന്നു, പോയി പണി നോക്കാൻ പറയാം. പിറ്റേന്ന് പെരുന്നാൾ നിസ്കരിക്കുക. എങ്ങനെ നിസ്കരിക്കുക? അതാ ആയിട്ട് തന്നെ, ഖളാ വിട്ടല്ല. അതാണ് ജനങ്ങൾ നിയമപരമായി പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസം തന്നെയാണ് പെരുന്നാള്. നിരുപാധികം ഒന്നിനാവും എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ ഒന്നല്ലല്ലോ പത്. കാരണം ഇവര് നിലാവ് കണ്ടു എന്ന് നിശ്ചിത തുക തങ്കം ആളുകൾ, നേരെ 2 കുറയാത്ത ആളുകൾ വേണം. സാക്ഷി നിന്നാൽ ഇന്ന് 2ആണെന്നാണല്ലോ ഇപ്പൊ അതിന്റെ അർത്ഥം. ആയിക്കോട്ടെ, എന്നാലും ഇന്ന് തന്നെ അതാ ആയിട്ടുള്ള പെരുന്നാള് ഖളാ വീട്ടല്ല. എന്തുകൊണ്ട്? ലിമാ തഖററ അന്ന യൗമൽ ഈദ് ലൈസ ഹുവ അവ്വല ശവ്വാൽ മുത്ലഖൻ. ചെറിയ പെരുന്നാൾ എന്നത് നിരുപാധികം ഒന്നിന്റെ രാവ്, ഒന്നിന്റെ അന്ന് എന്നല്ല. ഒന്നിന്റെ അന്നാണ് സാധാരണ വല്ലെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ 2ന്റെ അന്നും നിയമപരമായി അതാ ആയ പെരുന്നാളുകൾ വരും. അബൽ ഖദ് യകൂനു സാനിഹി ശവ്വാൽ 2ആവാം കമാ ഫി ഹാദിഹി സൂറ. 30ന്റെ അന്ന് നോമ്പ് അസ്തമിച്ച് നോമ്പ് തുറ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇന്നലെ നിലാവ് കണ്ടിരുന്നു എന്ന് പറയുന്നത് പോലുള്ള രൂപത്തിൽ അപ്പൊ 2ന്റെ അന്ന് നിയമപരമായി തന്നെ പെരുന്നാൾ വരും. എന്തുകൊണ്ട്? അന്നൽ യൗമല്ലദീ യുഅയ്യിദു അന്നാസു ഫീ, അന്ന് ജനങ്ങൾ ഇതായിട്ട് ആഘോഷിക്കുന്നത് ഈ 2ന്റെ അന്നാ. ഹും ഫീ ഹാദിഹി സൂറത്തു ലാ തസ്വറു തഅയ്യിദുഹും ഫിൽ അവ്വലി. 1ന്റെ അന്ന് പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയില്ലല്ലോ. ജനങ്ങൾ പെരുന്നാൾ കൊണ്ടാടുന്ന ദിവസമാണ് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ 1ന്റെ അന്ന് നോമ്പാണെന്ന് കരുതി എല്ലാവരും നോമ്പ് നോറ്റു. പിന്നെ ജനങ്ങൾ അന്ന് പെരുന്നാളില്ലല്ലോ. പിറ്റേന്നാ പെരുന്നാളാക്കുന്ന അന്ന് തന്നെ യഥാർത്ഥത്തിൽ പെരുന്നാളുകയും സൗറഫിസാനി, അതായത് 2ന്റെ അന്നാണ് പെരുന്നാളായിട്ട് വരുന്നത്. അപ്പോൾ പെവല്ലത് യഥാർത്ഥത്തിൽ അതാ ആയ നിലക്ക് തന്നെ പെരുന്നാളാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസുകളിലൂടെ ഉണർത്തുന്നത്. ഖബർ അബീ ദാവൂദ്, ഇമാം അബൂ ദാവൂദ് റിവായത്ത് ചെയ്ത ഹദീസ് ക്കുന്നുണ്ട്. ഇഖ്തലഫ അന്നാസു ആഖിറ യൗമിൻ മിൻ റമളാൻ. സഹാബാക്കൾ റമളാനിന്റെ അവസാനത്തെ ദിവസത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമായി. ഫഖാമ അറാബിയാനി, അറാബികളായ 2 സഹാബാക്കൾ സഭയിൽ നിന്നിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് വശഹിദാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധിയിൽ അവർ സാക്ഷ്യം വഹിച്ചു. അഹല്ലൽ ഹിലാൽ, ഇന്നലെ മാസം ഉദിച്ചിട്ടുണ്ടെന്നും വറആയാഹു അംസി അശിയത്തൻ, ഇന്നലെ മഗ്‌രിബിന് ശേഷം നിലാവ് ഞങ്ങൾ 2 പേരും കണ്ടിട്ടുണ്ട് എന്നും സാക്ഷി നിന്നു. കണ്ടോ, എപ്പോഴാ സാക്ഷിക്കുന്നത്? പിറ്റേന്നേ 30ന്റെ അന്ന് നിലാവ്, 30-ാം രാവ് നിലാവ് 2 ആള് കണ്ടിട്ട് ആ വിവരം വന്ന് ബോധിപ്പിക്കുന്നത് എപ്പോഴാണ്? 30ന്റെ അന്നും ജനങ്ങളൊക്കെ നോമ്പ് നോറ്റ് അന്ന് രാത്രിയാണ്. രാത്രിയായിട്ടാണ് ചർച്ച വന്നപ്പോഴാണ് 2 ആളുകൾ സാക്ഷി പറയുന്നു, ഞങ്ങൾ ഇന്നലെ രാത്രി നിലാവ് കണ്ടിരുന്നു. ഫഅമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നാസ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളോട് കൽപ്പിച്ചു, വയഫ്തറു വഅയദു ഇലാ മുസല്ലാഹും, മുസല്ലയിൽ പോയിട്ട് പെരുന്നാൾ നിസ്കാരത്തിന് ഹാജരാകാൻ വേണ്ടിയിട്ട്. അപ്പോ പിറ്റേന്ന് പകല് കണ്ടു എന്ന് സാക്ഷി വന്നാൽ അവിടെ വെച്ചിട്ട് നോമ്പ് മുറിക്കണം. പെരുന്നാളിന് പിറ്റേന്ന് രാവിലെ നിസ്കരിച്ചാൽ മതി. അതേ സമയത്ത് മഗ്‌രിബായതിനു ശേഷമാണെങ്കിൽ പിന്നെ നോമ്പ് മുറിക്കാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിറ്റേന്ന് എന്തായാലും പെരുന്നാൾ നിസ്കരിച്ചാൽ മതി. ഇനി ഖബർ അബൂ ദാവൂദ് വന്നസായി, ഇമാം അബൂ ദാവൂദ് നസായി റിവായത്ത് ചെയ്യുന്ന മറ്റൊരു ഹദീസിലുണ്ട്, അന്ന റഖ്ബൻ, ഒരു യാത്രാ സംഘം ജാഊലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ ദൂരെ നിൽക്കുന്ന വരികയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ വന്നു. യശ്ഹദൂന, അവർ സാക്ഷി പറയുന്നവരായിട്ട് അന്നഹും റഅഉൽ ഹിലാല ബിൽ അംസി, ഇന്നലെ
വൈകിട്ട് മഗ്രിബിന് ശേഷം ഞങ്ങൾ നിലാവ് കണ്ടിരുന്നു. ഇപ്പൊ പകലാണിത്, നോമ്പുണ്ട്, ജനങ്ങളൊക്കെ നോമ്പിലാണ്. പക്ഷേ ഉച്ച കഴിഞ്ഞിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് വന്നിട്ട് ഇന്നലെ രാത്രി ഞങ്ങൾ നിലാവ് കണ്ടു എന്ന് പറയുന്ന. ഇന്നത്തേക്ക് കാറും മറ്റ് ആധുനിക യാത്രാ സൗകര്യങ്ങളും ഇല്ലല്ലോ. ദൂരദിക്കുകളിൽ നിന്നിട്ട് മലയും കുന്നും കയറി കടന്ന് ഒട്ടകപ്പുറത്തോ മറ്റോ ഒക്കെ യാത്ര ചെയ്തു വരണം. അപ്പോ പകല് വന്നിട്ട് വിവരം പറഞ്ഞു. അപ്പൊ വിവരം കിട്ടിയാൽ എന്ത് പറഞ്ഞു? പെരുന്നാളാണല്ലോ, നോമ്പ് മുറിക്കാൻ പറഞ്ഞു. പക്ഷെ ഉച്ചന് ശേഷമായതുകൊണ്ട് പെരുന്നാൾ നിസ്കാരോ പിറ്റേന്ന് രാവിലെ ആവുമ്പോൾ ഐരി സ്വലാത്തിൽ പെരുന്നാൾ നിസ്കാരത്തിന് എല്ലാവരും എത്തിച്ചേരാനും പറഞ്ഞു. അപ്പൊ കണ്ടില്ലേ, പിറ്റേന്ന് 2-ന്റെ അന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുന്നാൾ നിസ്കരിക്കാൻ ജനങ്ങളോട് ഹാജരാകാൻ പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ഖളാ ആയിരിക്കുന്നു, അതുകൊണ്ട് ഖളാ വീട്ടാൻ വരണം എന്നൊന്നും പറഞ്ഞിട്ടുമില്ല. അതേസമയത്ത് മഗ്രിബിന്റെ മുമ്പാണ് ഈ വിവരം കിട്ടിയത് എന്നതുകൊണ്ട് വിവരം കിട്ടിയ ഉടനെ നോമ്പ് മുറിക്കണം. കാരണം പെരുന്നാളിന്റെ നോമ്പ് വിൽക്കാൻ പാടില്ലല്ലോ. എന്നാൽ ഔദ്യോഗികമായിട്ട് പെരുന്നാൾ ആഘോഷിച്ചതെന്നാണ് പിറ്റേ ദിവസമാണ്. ഇതിപ്പോ ശവ്വാൽ 1-ന്റെ വിവരം ഇതേ രീതിയിൽ തന്നെ ദുൽഹജ്ജിന്റെ നിലാവ് കാണുന്ന വിഷയത്തിൽ പിഴവ് പറ്റിയാലും ഇത് തന്നെയാണ് നിലപാട്. അങ്ങനെ ഉമ്മാലിഹിം ആകെ കാർമേഘം മൂടിയത് കൊണ്ട് നിലാവ് കാണാൻ കഴിഞ്ഞില്ല 1-ന്റെ അന്ന്. വഖഫു യൗമൽ ആശിരി, അപ്പോ മാസം ഒന്നായിട്ടില്ല എന്ന ധാരണയിൽ പിറ്റേ ദിവസം ഒന്നായിട്ട് എണ്ണി വന്ന് നോക്കുമ്പോൾ അപ്പൊ ഇവര് കണ്ടിട്ടില്ലാന്നുള്ളൂ. അപ്പുറത്ത് പലയിടത്തും നിലാവ് കണ്ടിട്ടുണ്ട്, കാർമേഘമില്ലാത്തടത്ത്. അങ്ങനെ ഈ വിവരം ഇവർക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ആളുകളൊക്കെ എന്ത് ചെയ്തു? 1 എണ്ണിക്കൂട്ടിയ 2 മുതലായതുകൊണ്ട് 9-ന് പകരം 10-നാണ്. വഖഫു യൗമൽ ആശിരി 10-നാണ് എല്ലാവരും അറഫയിൽ നിന്നത്. കാരണം എന്താ? 9 എന്നുള്ള ധാരണയിൽ. പിന്നീട് അത് ബോധ്യപ്പെട്ടാലോ ആ നിന്നത് മതിയാകും അറഫേറ്റ് മാലം യഖില്ലു അലാ ഖിലാഫിലാദാ. സാധാരണ ലക്ഷക്കണക്കിന് ആളുകൾ അറഫയിൽ ഉണ്ടാകാറുണ്ട്. ആ കൊല്ലം ഇവരൊക്കെ അവിടെ ചെന്ന് നോക്കുമ്പോ ആകെ 10, 100, 500 ആളുണ്ട്. അപ്പൊ ഇവിടെ പോയി ആളുകളൊക്കെ ഇന്നലെ നിന്ന് പോയിട്ട് ഇവരതറിയാത്തതാണ്. എന്നാൽ ഇവരുടേത് എണ്ണപ്പെടൂല. അല്ല, ആരും അങ്ങനെ വിവരം കിട്ടിയിട്ടില്ല, എല്ലാരും 10-ന്റെ അന്ന് തന്നെ നിന്ന്. എന്നാൽ അത് തന്നെ അറഫാ ദിവസം. അങ്ങനെ 10 അറഫാ ദിവസമായി അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളുടെ ബലിപെരുന്നാൾ ദിവസമാവും. യൗമുൽ ഹാദി അശറ സ്വാഭാവികമായിട്ടും 11 പെരുന്നാളാവും. ഇങ്ങനെ വരും. ഈ അടിസ്ഥാനം വരുമ്പോൾ സദഖഹുന ഇങ്ങനെ പിഴവ് പറ്റിയിട്ട് 10-ന്റെ അന്ന് അറഫയിൽ നിൽക്കുകയും 11-ന് പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്താൽ പറ്റും. ലൈസ ഹുവ യൗമത്താസി അന്ന യൗമ അറഫ ലൈസ ഹുവ യൗമത്താസി 9-ന് നിരവാധികം അറഫാ ദിവസമല്ല എന്ന് പറയാലോ. ബൽ ഖദ് യകൂനു യൗമുൽ അശർ അപൂർവം ചില സന്ദർഭങ്ങളിൽ പിഴവ് കാരണം 10-ഉം വരും. വന്ന യൗമുൽ വഹ ലൈസ ഹുവ യൗമുൽ അശർ 10-നല്ല പെരുന്നാൾ ദിവസം. ബൽ ഖദ് യകൂനു യൗമുൽ ഹാദി അശർ 11-ഉം ആവാം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള അപൂർവം ചില സന്ദർഭങ്ങളിലാണ്. എന്നാൽ വൈന്നമാലം യജ്സി കുല്ലു മിന സലാസത്തി ചെറിയ പെരുന്നാളാവട്ടെ, അറഫയാവട്ടെ, ബലിപെരുന്നാളാവട്ടെ, 3ആയാലും മതിയാവില്ല. എപ്പോ മുന്തിച്ചാൽ ലോകത്തൂബി തഖ്ദീമി പിഴച്ചിട്ട് മുന്തിച്ചു, അതായത് റമദാൻ നിലാവ് കണ്ടു എന്നുള്ള ധാരണയിൽ 30-ന്റെ അന്ന് പെരുന്നാൾ ആഘോഷിച്ചു. യഥാർത്ഥത്തിൽ അന്ന് നിലാവ് കണ്ടിട്ടില്ലായിരുന്നു. അതല്ലെങ്കിൽ ഹജ്ജ് 1 എന്ന് തെറ്റിദ്ധരിച്ചു, ആരോ കണ്ടു കേട്ടു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സ്ഥിരപ്പെട്ടു. പക്ഷെ യഥാർത്ഥത്തിൽ അന്ന് കണ്ടിട്ടില്ലേന്ന്. അങ്ങനെ 8-ന്റെ അന്നാണ് അറഫയിൽ നിന്ന്. എന്നാൽ തിരുത്തി 9-ന് വീണ്ടും നിൽക്കണം. അതുപോലെ തന്നെ 29-ന്റെ അന്ന് നിലാവ് കാണാതെ കണ്ടു എന്ന് സ്ഥിരപ്പെടുത്തി അങ്ങനെ പെരുന്നാൾ കഴിച്ചു. എന്നാ പിറ്റേന്ന് പെരുന്നാളും കഴിക്കണം, ഈ ഒരു ദിവസം നോമ്പ് ഖളാ വീട്ടും വേണം. എന്താ മുന്തിച്ചാൽ പറ്റില്ല എന്നറിയാൻ കാരണം ലിഅന്ന തഖ്ദീമൽ ഇബാദത്തി അലാ വഖ്തിഹാ, ഒരു ഇബാദത്ത് അതിന്റെ നിശ്ചിത സമയത്തിന് മുമ്പ് നടത്തൽ. ഉദാഹരണം 100 ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒരാൾ നിസ്കരിക്കുന്നു. അതുപോലെ തന്നെ മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒരാൾ മഗ്രിബ് നിസ്കരിക്കുന്നു. ഇങ്ങനെ വഖത്തിന്റെ മുമ്പ് ഇബാദത്ത് ചെയ്യുക എന്നത് ഇബാദത്ത് സഹിയാവാൻ തന്നെ തടസ്സമാണ്. ഇല്ലാതിയായ തഖ്ദീമി
ഷർത്തി മുന്തിച്ച് ജമ്മാക്കൽ പോലെയുള്ള നിബന്ധനയോടുകൂടിയുള്ള ചുരുക്കം ചില മുന്തിക്കലുണ്ട്. അതൊഴിച്ചാൽ ബിഖിലാഫി തഖീരിയ വഖ്തിയ, ഏതൊരു ഇബാദത്തും വഖ്തിനെ വിട്ട് പിന്തിച്ചാൽ സഹിയാതിരിക്കൂല. മനഃപൂർവ്വം പിന്തിച്ചാൽ കുറ്റുണ്ടാവുമെങ്കിലും സഹിയാവും. ഫൈനുലാമിനോ സിഹത്തഹാ മുത്ലഖൻ, സഹിയാകുന്നതിന് തടസ്സാകുന്നില്ല. ചിലപ്പോ ഖളാവും, ചിലപ്പം ഖളാ ആവൂല. ഇങ്ങനെയാണ് മുന്തിക്കുന്ന. അങ്ങനെയല്ല, ആ ഒരു തഖ്ദീമിന്റെ ജമ്മ് ഷർത്തനുസരിച്ച് ചെയ്യുന്നത് ഒഴിച്ച് മുന്തിച്ച് സഹിയാവുന്ന ഇബാദത്തുകൾ സാധാരണഗതിയിൽ ഇല്ല, അപൂർവം ചില സന്ദർഭങ്ങളിൽ ഒഴിച്ച്. അങ്ങനെ വരുമ്പോൾ മക്കാന അക്രബൈല ഇത്തിദാദി മിന തഖ്ദീമി, മുന്തിച്ചാൽ ശവ്വാൽ 1-ന്റെ അന്ന് കൂടി നോമ്പ് നോറ്റ് 2-ന്റെ അന്ന് പെരുന്നാൾ നിസ്കരിച്ചാലും, അതുപോലെ തന്നെ 9-ന് പകരം 10-ന് അറഫയിൽ നിന്നാലും 10-ന് പകരം 11-ന് ബലിപെരുന്നാൾ ആഘോഷിച്ചാലും നിസ്കാരവും ആ അറഫയിൽ നിൽക്കലും ഒക്കെ സഹിഹാണ് എന്ന് പറയാൻ കാരണം. വതർജമ അബൂ ദാവൂദ് അലാ ഹാദൽ ഹദീസ്, ഈ ഹദീസുകൾക്ക് ഇമാം അബൂ ദാവൂദ് റഹ്മഹുല്ലാഹ് തലവാചകം കൊടുത്തത് ബാബുൻ ഇദാ അഖ്തഅ ഖൗലു അൽ ഹിലാല, ജനങ്ങളുടെ വാക്ക് യഥാർത്ഥത്തിലുള്ള നിലാവുമായി അബദ്ധത്തിൽ പിഴവ് സംഭവിച്ചാൽ എന്ത് ചെയ്യണം എന്ന. തുർമിദിന്റെ ഇന്നമാനാനി ഹുനാ അസ്സൗമ വൽ ഫിത്ര മഅൽ ജമാഅ വ മുഅ്മിൻ നാസ്, ഏതെങ്കിലും 1-2 ആളുകൾക്ക് പറ്റുന്ന പിഴവിനെ പറ്റിയല്ല പറയുന്നത്, നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് ഇങ്ങനെ അബദ്ധം സംഭവിക്കുമ്പോഴാണ് പരിഗണിക്കപ്പെടുക എന്ന്. ഇമാം ഖത്താബി പറയാണ്, ഒമാനൽ ഹദീസ് അന്നൽ ഖത്അ മൗദൂഉൻ ലിന്നാസ് ഫീമാ കാന സബീലുൽ ഇജ്തിഹാദ്, ഇജ്തിഹാദ് കൊണ്ട് സ്ഥിരപ്പെടുത്തുന്ന ഇത്തരം കാര്യങ്ങളിൽ വല്ല പിഴവും ജനങ്ങൾക്ക് സംഭവിച്ചാൽ അതുകൊണ്ട് അവർ കുറ്റക്കാരാവുകയില്ല. ഫലൗ അന്ന ഖൗമൻ ഇജ്തഹദു, ആളുകൾ നന്നായി പരിശ്രമിച്ചു, നിലാവ് നോക്കി, പക്ഷേ ഫലം യറൗൽ ഹിലാല, ഒരു നിലാവ് കണ്ടില്ല, ഇല്ലാ ബഅദ 30, 30 കഴിഞ്ഞിട്ടാണ് നിലാവ് കണ്ടുള്ളൂ, നോക്കുന്നതിൽ കുറവ് വരുത്തിയിട്ടില്ല. ഫലം ഇഫ്തറു ഹത്താ ഇസ്തൗഫുൽ അദദ്, അങ്ങനെ 30 തികച്ചു, നാട്ടിൽ ആരും നിലാവ് കാണാത്തതുകൊണ്ട്. പക്ഷേ സുമസബത്തഹും, ഇങ്ങനെ 30 കഴിഞ്ഞതിന് ശേഷം അവരുടെ ഇടയിൽ നിയമപരമായിട്ട് 2 സാക്ഷികൾ സാക്ഷി നിന്നിട്ട് സ്ഥിരപ്പെട്ടു. അന്വേഷകര കാനത്ത് സമശീൻ, 29 ഉള്ളുവായിരുന്നു. ഫൈന സൗമഹും വഫിത്രഹും മാദിൻ, എന്നാൽ ഈ നോമ്പ് നോറ്റവും അതുപോലെ തന്നെ പെരുന്നാൾ കഴിച്ചോ ഒക്കെ സഹിയാണ്. വലാശിയാലയും മിസിനോ, പിന്നെ അവരുടെ മേല് കുറ്റമോ ആക്ഷേപമോ ഇല്ല. അതേസമയത്ത് കയ്യും കെട്ടി വീട്ടിൽ പോയി ഇരുന്നവർക്കല്ല, നിലാവ് നോക്കേണ്ടടുത്ത് ശരിക്കും നിലാവ് നോക്കിയിട്ടുണ്ട്, പക്ഷേ ദൗർഭാഗ്യവശാൽ അവർ കണ്ടില്ല, അതുകൊണ്ട് അന്നുകൂടി നോമ്പെടുത്തു. പിറ്റേന്ന് പെരുന്നാൾ ആഘോഷിക്കാൻ നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇന്നലെ നിലാവ് കണ്ടിരുന്നു, ഇന്നായിരുന്നു പെരുന്നാൾ എന്ന് മനസ്സിലാകുന്നത്. എന്നാൽ പിറ്റേന്ന് കഴിച്ചാൽ മതി, അതിന്റെ പേരിൽ അവർ കുറ്റക്കാരല്ല എന്ന്. ഫൈന സൗമഹും ഫിത്രഹും മാദിൻ വലാ ശൈഅ അലൈഹിം മിൻ ദിനതു കദാലിക ഫിൽ ഹജ്ജി ഇദാ അഖ്തഹു അറഫ ഫലൈസ അലൈഹിം ആല, മടക്കേണ്ടതില്ല. ബലി പെരുന്നാളും അങ്ങനെയാണ്. വഇന്നമാ ഹാദാ റിഫ്ഖും മിനല്ലാഹി വലുത്ഫും ബിഇബാദിഹി, അല്ലാഹുവിന്റെ ദയാദാക്ഷിണ്യവും അവന്റെ ഔദാര്യവും കൊണ്ടിട്ട് അത് സഹീഹായി അല്ലാഹു തആല കബൂലാക്കും എന്നാണ് പറയുന്നത്. അപ്പോ ഒരു ചെറിയൊരു വിഷയം കൂടി പറഞ്ഞ ആ ബാബ് അവസാനിപ്പിക്കാം. ഫറോൻ ഷഹീദ് സ്നാനി, 2 നിബന്ധനയൊത്ത പുരുഷന്മാരായ സാക്ഷികൾ സാക്ഷി നിന്നു. ഫി അസ്നാഇ റമളാന, റമളാൻ മാസം നോമ്പ് വെച്ചു കൊടുക്കുന്നതിനിടയിൽ, ബിറുയത്തിഹി ഫീ ലൈലത്തിൻ ഖബ്ല ലൈലത്തിൽ ലത്തി റുയ ഫീഹാ, എന്നപ്പോ നമുക്ക് ഇന്നിപ്പോ റമളാൻ മാസം 5 നമ്മളൊക്കെ ഇന്ന് 5ാമത്തെ നോമ്പ് നോറ്റുകൊണ്ടിരിക്കുകയാണ്, നാട്ടിലായാലും ഗൾഫിലായാലും ഒക്കെ. എന്താ കാരണം? 30-ാം രാവ് നിലാവ് കണ്ടതായിട്ട് എവിടെയും സ്ഥിരപ്പെട്ടിട്ടില്ല. അപ്പൊ നമ്മൾ എന്താക്കി, എല്ലാവരും ഷഅബാൻ 30 തീരുമാനിച്ച് പിറ്റേന്ന് മുതൽക്കാണ് നോമ്പ് നോൽക്കാൻ തുടങ്ങി. ഇനി എന്താ എന്ന് കുറച്ച് ആളുകൾ വന്നിട്ട് സാക്ഷി നിൽക്കുന്നു. തിങ്കളാഴ്ച വൈകിട്ട് ചൊവ്വാഴ്ച രാവ് ഞങ്ങൾ നിലാവ് കണ്ടിട്ടുണ്ട്. അപ്പൊ സാക്ഷിക്ക് പറ്റുന്ന നിബന്ധന ഒത്ത ആളുകളാണ് സാക്ഷി പറയുന്നത്. എന്നാലിപ്പോ എന്താ കാട്ടുന്നു? അപ്പൊ നമ്മൾ ചൊവ്വാഴ്ചത്തെ ഒരു നോമ്പ് നമുക്ക് പോയിന്നോ? അങ്ങനെയല്ല. ഫഖിയാസുമാമറ, മുമ്പ് പറഞ്ഞതുമായി താരതമ്യം ചെയ്യുമ്പോൾ, ഫീമാ ലൗ ഷഹീദ, 2 സാക്ഷികൾ സാക്ഷി നിന്നോടുത്ത്
ബഅദ ഖുറൂബി ആഖിർ റമദാൻ, റമദാൻ അവസാനിക്കുന്ന അന്ന് സംശയം അവർ നിലാവ് കാണാത്തതിന്റെ പേര് നോമ്പ് നോറ്റു. നോമ്പ് തുറന്നതിന് ശേഷം രാത്രി വന്നിട്ട് സാക്ഷി നിന്നാൽ ലൈലത്തുൽ മാദിയ, ഇന്നലെ രാത്രി ഞങ്ങൾ നിലാവ് കണ്ടിരുന്നു എന്ന് സാക്ഷി നിന്നാൽ അതുമുൽ ഖബൂലി ഹുന, അവിടെ സ്വീകാര്യമല്ല. പിറ്റേന്ന് പെരുന്നാൾ കഴിക്കണം എന്നതുപോലെ ഇവിടെയും സ്വീകാര്യമല്ല. എന്തുകൊണ്ട് ഇതിൽ അഫായിദത്തുൽ ഖബൂലി അഞ്ഞ് സ്വീകരിച്ചുകൊണ്ട് എന്ത് വലാള്? ഇല്ല തഫീയത്തു സ്വലാത്തിൽ എഴുതി പെരുന്നാൾ നിസ്കാരം നഷ്ടപ്പെടുത്തുക കഴിഞ്ഞ എന്നതുപോലെ തന്നെ ഇവിടുത്തെ നോമ്പിനെ തസ്വീഷാക്കുക എന്നല്ലാതെ എന്താ അതിന്റെ കാര്യം? പക്ഷേ ഞാൻ നോമ്പ് വെച്ചു വന്നില്ല. കാരണം എന്താ വെച്ചാൽ നോമ്പ് ആളുകൾ കണക്കൂട്ടി 30 തയ്ച്ചു കണ്ട് നോറ്റതല്ലേ. എന്നാൽ ഈ സാക്ഷ്യം സ്വീകരിക്കപ്പെടും ബിന്നിസ്ബത്തിയിൽ ആചാര്യത്താനിക്കാത്ത്, ചില കാര്യങ്ങൾക്ക് അവധി നിശ്ചയിച്ചിരുന്നു റമദാൻ 1 ആ കൂട്ടത്തിൽ ഈ സാക്ഷി കണക്കൂട്ടും. അതുപോലെ ഇന്നതുപോലെ ആയാൽ റമദാൻ ആയാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ബന്ധിപ്പിച്ച കാര്യങ്ങളൊക്കെ മാലം ഷഹാദത്ത് ബിലാഉദ്ദീൻ, നിലാവ് കണ്ടിട്ട് ഒരു ഖാദിയുടെ മുന്നിൽ പോയി സാക്ഷി നിന്ന് ഈ കാര്യം ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നിലാവ് കണ്ടവർക്കുണ്ട്. മനഃപൂർവ്വം അത് താമസിപ്പിച്ചതാണെങ്കിൽ പിന്നീട് അവർ സാക്ഷി നിന്നാൽ അത് സ്വീകാര്യമല്ല. എന്തുകൊണ്ട്? മനഃപൂർവ്വം ഉസറില്ലാതെ നിലാവ് കണ്ടതിന്റെ ശേഷം അത് ഉത്തരവാദപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി സാക്ഷി നിൽക്കാതെ പിന്തിക്കുക എന്നത് കുറ്റമാണ്, വൻദോഷങ്ങളിൽപ്പെട്ട കുറ്റമാണ്, ഫാസിഖാണ്. അപ്പൊ ഒരാൾ ഫാസിഖായ പിന്നെ അയാളെ സാക്ഷി സ്വീകരിക്കൂലല്ലോ. ഇന്ന് നമ്മളെ ഖുർആൻ തജ്വീദ് ക്ലാസ് എല്ലാവരും ശ്രദ്ധയിലുണ്ടാവുമായിരിക്കും. ഖുർആൻ തജ്വീദ് ക്ലാസ് ഹാഫിദ് ഉസ്താദിന് കുട്ടികളുടെ ക്ലാസ് ഉള്ളത് കൊണ്ട് ളുഹറിന്റെ മുമ്പ് ക്ലാസ് നടത്താൻ സൗകര്യപ്പെടൂല. അപ്പോ നമ്മളുടെ ഇത്ഹാഫിന്റെ ഫിഖ് ക്ലാസ് കഴിഞ്ഞിട്ട് തജ്വീദ് ക്ലാസ് നടത്താം എന്ന് ഇന്നലെ ഹാഫിദ് ഉസ്താദ് പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് ബദർ മൗലൂദിന്റെ സമയവുമാണ്, അത് രണ്ടും നടക്കണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി കുറച്ചു ദിവസം കുറച്ചു നേരത്തെ നിർത്തും ഫിഖ് ക്ലാസ്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു 3-3:15 നിർത്തിയാല് ആ സമയത്ത് തുടങ്ങിയാല് മൗലൂദ് ഓതാനും സമയം ഉണ്ടാവും, 1 മണിക്കൂർ സമയം തജ്വീദ് ക്ലാസ് നടത്താനും സമയം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് കുറച്ചു നേരത്തെ നിർത്തും ഇൻഷാ അല്ലാഹ്. ഇനി കുറച്ച് സമയം എന്തെങ്കിലും അത്യാവശ്യം സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് 2 മണിയായിട്ടുള്ളല്ലോ, കുറച്ച് നേരത്തെ തുടങ്ങാം, നേരത്തെ നിർത്തും ചെയ്യാം. അത്യാവശ്യത്തിനുള്ള ആളുകൾ വരിക 3:30 ആയിട്ടാ, അതാണ് കേട്. ഇനി ചോദ്യക്കാരൊക്കെ പാടെ വരിയായിട്ട് വരും 3:30 ആയിട്ട്. 3:30 പിന്നെ ഇവിടെ അസറാൻ കൊടുക്കാനായി. അതുകൊണ്ട് 3:30 ആവൂല, 3:15 തന്നെ ഇൻഷാ അല്ലാഹ് നിർത്തി 5 മിനിറ്റ് ചെറുതായിട്ടൊന്ന് ദുആ ചെയ്തിട്ട് 3:20 നമ്മുടെ ഫിഖ് ക്ലാസ് ഇനി നിർത്തും. തജ്വീദ് ക്ലാസ്സും നടക്കണം, നമുക്ക് ബദർ മൗലിദും നടക്കണം, എന്നാ ഫിഖ് ക്ലാസ്സോ അതും നടക്കണം, എല്ലാം നടക്കാം. അപ്പൊ അതിനൊരു 1/4 മണിക്കൂർ ഒരു 20 മിനിറ്റ് സമയം നമ്മളൊന്നാണ് കുറച്ചാൽ അത്രയും സമയം തജ്വീദിന് കിട്ടും. അതുകൊണ്ട് എല്ലാവരും നേരത്തെ വരിക, നേരത്തെ സംശയങ്ങളുള്ളവരുണ്ടെങ്കിൽ ഒക്കെ ചോദിച്ചു തീർക്കുക. അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. ചോദ്യകർത്താക്കൾക്ക് വേണ്ടി മൈക്ക് കൈമാറുന്നു. വസിയത്തോടെ അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അത് കുറച്ചു നേരം വൈകി റെക്കോർഡ് മറ്റേക്ക് മാറ്റാനാണ്. അപ്പൊ എനിക്കുള്ളൊരു ചോദ്യം, പിന്നെ ഇന്ന് രാവിലെ വന്നതാണത്. ഈ
നിയ്യത്ത് ബാങ്ക് കൊടുക്കുന്ന സമയത്താണ് നിയ്യത്ത് വെക്കുന്നതെങ്കിൽ അന്നത്തെ നോമ്പ് കിട്ടുമോ എന്നായിരുന്നു ചോദ്യം. എന്താ ക്ലിയർ ഇല്ലേ? തങ്ങൾ കാറ്റടിക്കണോ ചോദിച്ചു. പിന്നെ അപ്പൊ അതുകൊണ്ട് ബാങ്ക് കൊടുക്കുന്ന ഒരാള് പിന്നെ നിയ്യത്ത് വെച്ച് ബാങ്ക് കൊടുക്കുന്ന സമയത്താണ്. അപ്പൊ അന്നത്തെ നോമ്പ് അയാൾക്ക് കിട്ടുമോ? അയാൾ എന്താണ് ചെയ്യേണ്ടത്? നോമ്പുകാരനായിട്ട് നിൽക്കുകയും പിന്നെ നോമ്പെടുത്ത് കിട്ടണോ എന്നാണ് സംശയം ചോദിച്ചത്. വ്യക്തമാക്കി തരാൻ ഉദ്ദേശിക്കുന്നു. ഇൻഷാ അല്ലാഹ് മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം. ഫർള് നോമ്പ് നിയ്യത്ത് രാത്രിയാവൽ ഷർത്താണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസിദ്ധമായ ഹദീസില് കാണാം, മല്ലൻ യുബയ്യിതു സിയാമ ഫലാ സിയാമ ലഹു. രാത്രി നിയ്യത്ത് വെച്ച് കരുതി ഉറപ്പിക്കാത്തവന് നോമ്പില്ല എന്ന്. ഇത് ഫർള് നോമ്പിനാണ് ബാധകം എന്നാണ് മഹാന്മാരായ അഇമ്മത്ത് വിശദീകരിച്ചത്. അപ്പൊ ഫർള് നോമ്പാവുന്ന റമളാൻ മാസത്തിലെ നോമ്പ്, നേർച്ച നോമ്പ്, കഫാറത്ത് നോമ്പ് തുടങ്ങിയ നോമ്പുകൾ രാത്രി നിയ്യത്ത് ചെയ്തു എന്ന് ഉറപ്പുവരുത്തണം. സുബഹി ബാങ്ക് വിളിക്കുന്നത് ഫജ്ർ സ്വാദിഖ് വെളിവായി എന്ന് ഉറപ്പുള്ളപ്പോഴാണ്. അതാ മനസ്സിലാക്കുക. ഫജ്ർ സ്വാദിഖ് വെളിവായി എന്ന് ഉറപ്പാവുമ്പോഴാണ് സുബഹി ബാങ്ക് വിളിക്കുക. ഫജ്ർ സ്വാദിഖ് വെളിവാകലോടുകൂടി രാത്രി അവസാനിക്കുകയും പകൽ പ്രവേശിക്കുകയും ചെയ്തു. അപ്പൊ ബാങ്ക് കൊടുക്കാൻ തുടങ്ങിയ സമയത്ത് നിയ്യത്ത് വെച്ചാൽ ആ നിയ്യത്ത് കൊണ്ട് നോമ്പ് ഫർളായ നോമ്പ് ലഭിക്കുന്നതല്ല. മനസ്സിലാക്കുക. ബാങ്ക് കൊടുക്കാൻ തുടങ്ങുക, ഫജ്റിന്റെ ബാങ്ക് കൊടുക്കാൻ തുടങ്ങുക ഫജ്ർ സ്വാദിഖ് വെളിവായിട്ടാണ്. ഫജ്ർ സ്വാദിഖ് വെളിവായാൽ രാത്രി അവസാനിക്കുകയും പകൽ ആരംഭിക്കുകയും ചെയ്തു. ആ സമയത്ത് നിയ്യത്ത് ചെയ്താൽ ആ നോമ്പ് സഹിയാവുന്നതല്ല. അതുകൊണ്ട് അന്ന് നോമ്പുകാരനെ പോലെ ഇംസാക്ക് ചെയ്യൽ വുജൂബാണ്. ബളവന്മാരുണ്ടാവുകയെ ഏതായാലും ഇപ്പൊ ഇന്നത്തെ നോമ്പ് പോയി, എന്നാ പിന്നെന്താ പെരുന്നാളായിട്ട് ആഘോഷിച്ചാളെന്ന് വെച്ചാൽ അത് വെച്ചൂല. റമദാനിലെ നോമ്പുള്ളവനെ പോലെ അവൻ ഇംസാക്ക് ചെയ്യുകയും വേണം. അതിന് വേറെ കൂലി ഇട്ടുട്ടോ, വെറുതെ അല്ല. ആ നോമ്പ് ഖളാ വീട്ടുകയും വേണം. അതേസമയത്ത് പള്ളിക്കന്ന് ബാങ്ക് കേട്ടെങ്കിലും ഫജ്റായിട്ടില്ല എന്ന് ഇവന് ഉറപ്പാണ്. എന്നാൽ ആ നോമ്പ് കിട്ടുകയും ചെയ്യും. അപ്പൊ ഫജ്ർ സ്വാദിഖ് വെളിവായിട്ടുണ്ടോ ഇല്ലേ എന്നതാണ് പ്രശ്നം. സാധാരണഗതിയിൽ സുന്നികളായ ആളുകളുടെ പള്ളികളിൽ നിന്നൊക്കെ ഫജ്ർ സ്വാദിഖ് വെളിവാകുമ്പോഴാണ് ബാങ്ക് വിളിക്കുക. അതുകൊണ്ട് ബാങ്ക് വിളിക്കാൻ തുടങ്ങിയതിന് ശേഷം പിന്നീട് നിയ്യത്ത് ചെയ്താൽ അന്നത്തെ നോമ്പ് ലഭിക്കുന്നതല്ല. അന്ന് നോമ്പുകാരനെ പോലെ ഇംസാക്ക് ചെയ്യുകയും പിന്നീട് അത് ഖളാ വീട്ടുകയും ചെയ്യൽ വുജൂബാണ്. അസ്സലാമു അലൈക്കും. ഇന്നത്തെ പാഠത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു നാട്ടുകാർക്ക് റമദാൻ 30 ആയി കഴിഞ്ഞാൽ നോമ്പ് മുറിച്ച് പെരുന്നാൾ അവർ എപ്പോ ഉദ്ദേശിക്കുമ്പോഴാക്കാണെന്നല്ലോ. എന്നാ പിന്നെ എല്ലാവരും നാട്ടുകാരൊക്കെ കൂടി നല്ലൊരു ലീവുള്ള ദിവസം, ഞായറാഴ്ച ദിവസം മറ്റുള്ള ദിവസം ഒരുമിച്ച് കൂടി എല്ലാവരും നാട്ടുകാർ കമ്മിറ്റി തീരുമാനിച്ചാൽ അങ്ങനെ പെരുന്നാക്കളാക്ക എന്നാണ് പാടത്തുനിന്ന് മനസ്സിലായത്. അതങ്ങനെയായിരിക്കും. എനിക്ക് ലാസ്റ്റ് ഒരു ഇവാർത്തും കൂടെ മനസ്സിലായതാണ്, ആരും അടിച്ചു പോയതുകൊണ്ട് തിരിഞ്ഞില്ല. നാം യഖ്ബറു ബിന്നിസ്ബത്തി ഇലൽ ആജാലി വത്തഅലി താത്തി, അത് മാത്രം. അതും കൂടെ ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും. അസ്സലാമു അലൈക്കും. അങ്ങനെ മനസ്സിലായാലേ അങ്ങനെ ഈ വഹാബി മതമൊക്കെ എന്താണ്, എഴുതാപ്പുറവും വരികൾക്കിടയിലും ആണ് പറഞ്ഞത്. നിലാവ് കണ്ടു എന്ന വിവരം, ഇന്നലെ രാത്രി നിലാവ് കണ്ടു എന്ന വിവരം ഇന്ന് രാത്രി മഗ്‌രിബിന്റെ ശേഷം വിവരം കിട്ടിയാൽ അടിസ്ഥാനത്തിൽ പെരുന്നാൾ ഖളാ ആയിരിക്കുന്നു എന്ന് വെക്കില്ല. മറിച്ച്
നാളെ പെരുന്നാളാണ് എന്നേ തീരുമാനിക്കൂ. അല്ലാതെ നാട്ടുകാരൊക്കെ അവിടെ കൂടിയിട്ട് സൗകര്യമുള്ള ഒരു ദിവസം പെരുന്നാളായിട്ട് നിശ്ചയിച്ച് അന്ന് എല്ലാവരും കൂടിയാണ് പെരുന്നാൾ കഴിക്കുകയാണെങ്കിൽ അന്ന് തന്നെ ശരിക്കുള്ള പെരുന്നാള് എന്നല്ല പറഞ്ഞത്. മറിച്ച് 30-ാം രാവ് നിലാവ് കണ്ടിരുന്നു. പക്ഷേ അത് ഉത്തരവാദപ്പെട്ട ഖാദിയുടെയോ മറ്റോ അടുത്ത് വിവരം കൊടുത്ത് സാക്ഷി നിന്ന് പ്രഖ്യാപിക്കാൻ ഇവർക്ക് അസൗകര്യം മൂലം എത്തിപ്പെടാൻ പറ്റിയില്ല. അങ്ങനെ അവരെത്തിയത് 30-ന്റെ അന്നത്തെ നോമ്പ് മഗ്‌രിബായി ആളുകളൊക്കെ നോമ്പ് തുറന്നതിന് ശേഷം. ആ സാഹചര്യത്തിൽ പിറ്റേന്നല്ലാതെ ഇനിയിപ്പോ അന്ന് പെരുന്നാളില്ല, രാത്രി പെരുന്നാളില്ലല്ലോ, പകലല്ലേ പെരുന്നാള്, ഇന്നത്തെ പകല് കഴിഞ്ഞും പോയി. എന്നാൽ നാളെ പെരുന്നാൾ കഴിക്കേണ്ടത് ഖളാ അല്ല അദാ ആണ്. അപ്പൊ പറഞ്ഞു. അപ്പൊ ചില പ്രത്യേക സാഹചര്യത്തിൽ ശവ്വാൽ 2-ന്റെ അന്ന് അദാ എന്ന നിലക്ക് ചെറിയ പെരുന്നാൾ വരും എന്നാണ് പറഞ്ഞത്. അല്ലാത്ത മറ്റേ ഇവർക്കല്ലേ ഏത് സൂനാദോസ് കൂടിയിട്ട് മതം പ്രഖ്യാപിക്കല് വഹാബിയുടെ മതല്ലേ, അത് നമ്മളെ സുന്നിയുടെ മതമല്ലല്ലോ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം റൈത്തമി റളിയല്ലാഹു അൻഹു സുന്നിയല്ലേ. മുമ്പൊരു കിതാബിൽ വഹാബിയക്കുള്ള ദീന് പറയില്ല, അത് നമുക്ക് സുന്നിയക്കുള്ള ദീനാ പറഞ്ഞു. അതിങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അത് വരുന്നത് എന്ന് കാര്യകാരണ സഹിതം തന്നെ കിതാബിൽ വിവരിക്കുകയും ചെയ്തു. പിന്നെ പറഞ്ഞത് എങ്ങനെയെന്ന് വെച്ചാല് അവസാനം പറഞ്ഞ ഇബാറത്ത് ആജാല് തഅലീഖാത്ത് എന്ന് പറഞ്ഞാൽ ഒരാള് ഇടപാട് ചെയ്തിരുന്നു നോട്ടിക്കോളി. ഒരു ആൾക്ക് ഒരു 10,000 റുപ്യ കടം വാങ്ങി റമളാൻ 1-ന് തരട്ടോ, അല്ലെങ്കിൽ ഒരു സാധനം വാടകയ്ക്ക് എടുത്തിരുന്നു റമളാൻ 1 വരെ. ഈ പറഞ്ഞ 1 വരെ അല്ലെങ്കിൽ 1-ന് തരാ എന്നൊക്കെ പറഞ്ഞത് 2 സാക്ഷികൾ പിറ്റേന്ന് വന്ന് പറഞ്ഞാൽ ഇന്നലെയാണ് ആ ഡേറ്റ് എന്ന് വരും. ഇന്ന് അവരുടെ അവധി കഴിഞ്ഞിട്ടുള്ള ദിവസമാണെന്ന് വരും. അതാണ് ആജാലികൾ. തഅലീഖാത്ത് കാരണം റമളാൻ 1 വന്നാൽ ഞാൻ എന്റെ അടിമകളെ ചെല്ലും, റമളാൻ 1 ആയാൽ ഞാൻ ഇന്ന സ്ഥലത്തേക്ക് യാത്ര പോവും, റമളാൻ 1 ആയാൽ ഞാൻ എന്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധം ഏർപ്പെടുത്തും എന്നൊക്കെ ഇങ്ങനെ വല്ല ഇടപാടുകളെയോ ഹല്ലുകളെയോ തഅലീഖ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇതുകൊണ്ട് സ്ഥിരപ്പെടും. അല്ലാതെ നോമ്പ് പറയണ കാരണം നോമ്പ് കഴിഞ്ഞുപോയില്ലേ. മറ്റുള്ള ഇടപാടുകൾ തഅലീഖാത്ത് കാരണം അന്നോലായ റമളാൻ 1 വന്നാൽ അല്ലെങ്കിൽ ശവ്വാൽ 1 ആയാൽ ഇന്നതുപോലെ ചെയ്യും എന്ന് തഅലീഖ് ചെയ്തത് അതൊക്കെ ആവും. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദേ, ഈ പല്ലിന് കമ്പി കൊണ്ടുള്ള ക്ലിപ്പ് ഇട്ടിട്ട് നോമ്പെടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നോമ്പിന് എന്തെങ്കിലും ബാധിക്കുമോ? അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഇല്ല ഇല്ല ഇല്ല, പല്ലിന് ഇരുമ്പിന്റെയോ അല്ലെങ്കിൽ വെള്ളിയുടെയോ ഒക്കെ പോലെയുള്ള ക്ലിപ്പിട്ട് എന്നതുകൊണ്ട് നോമ്പ് സഹിയാവുന്നതിന് യാതൊരു കുഴപ്പമില്ല. ചിലപ്പോൾ അതിന്മേലിങ്ങനെ തട്ടിയിട്ട് ഉമിനീര് കൂടുതലുണ്ടായെന്ന് വരും. ആ ഉമിനീര് കീപ്പിട്ടിറങ്ങിയാലും നോമ്പിന് കുഴപ്പമൊന്നുമില്ല. കാരണം ഇത് കീപ്പോട്ട് ഇങ്ങനെ ഉരുകി ലയിച്ച് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന വസ്തുവാണെങ്കിൽ അതുകൊണ്ടാണ് നോമ്പ് മുറിയുക. ഇരുമ്പ് അതുപോലെ തന്നെ വെള്ളി പോലത്തെ ക്ലിപ്പുകൾ ഉപയോഗിക്കുന്ന ഈ സാധനങ്ങളൊന്നും നമ്മുടെ ഉമിനീരിൽ അഴുകി നമ്മുടെ ഉള്ളിലേക്ക് എത്തൂല. അതുകൊണ്ട് നോമ്പിന് യാതൊരു കുഴപ്പമില്ല. മേലെ തല ചിലപ്പോൾ എന്തുണ്ടാവും, ഇതുമരിങ്ങനെ നാവ് തടഞ്ഞ് നിൽക്കുമ്പോൾ ഉമിനീര് സാധാരണയിൽ കൂടുതലുണ്ടായെന്ന് വരും. അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ഉരുകി ഉള്ളിലേക്ക് ചേരാത്തത് കൊണ്ട് നോമ്പ് സഹിയാകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദേ, ഒരു പെണ്ണുങ്ങളുടെ ചോദ്യമാണ്. ആർത്തവ സമയത്ത്, ഹൈദ് സമയത്ത് അവർക്ക് ഇംസാക്ക് നിർബന്ധമാണോ? ഇങ്ങനെ അവർ ഇംസാക്ക് ചെയ്തില്ലെങ്കിൽ അവർ കുറ്റക്കാരാകുമോ എന്നാണ്
ചോദിച്ചിരിക്കുന്നത്. ഉസ്താദ് നേരത്തെ ഒന്ന് വിശദീകരിച്ചിരുന്നു, അതിന് മുമ്പേ എനിക്ക് വന്ന ചോദ്യമാണിത്. അതൊന്ന് വിശദീകരിക്കണം. പിന്നൊന്ന് ഉസ്താദ്, അതേ പെണ്ണുങ്ങളുടെ മറ്റൊരു ചോദ്യം, മഗ്‌രിബ് നിസ്കാരത്തിന് ഒരു അരമണിക്കൂർ മുമ്പ് ഒരു വയറുവേദനയും മറ്റും തുടങ്ങി, പിന്നീട് മഗ്‌രിബ് നോമ്പൊക്കെ തുറന്നതിന് ശേഷം അവർക്ക് രക്തവും കണ്ടാൽ ഇത് മഗ്‌രിബ് നിസ്കാരത്തിന് മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ടാകുമോ? അതുകൊണ്ട് ആ നോമ്പ് വീട്ടണമോ? അതിനു മുമ്പ് ഇങ്ങനെ ഒന്നും മറ്റും ചെയ്യാൻ പറ്റുകയില്ല, നോക്കാനും പറ്റും, നോമ്പ് മുറിയുന്നതുകൊണ്ട് ചെയ്യാനും പറ്റുകയില്ല, അതുകൊണ്ട് ആ നോമ്പ് ഖളാ വീട്ടണമോ, നോമ്പ് കിട്ടുമോ എന്നാണ്. ഒന്ന്, പെണ്ണുങ്ങളുടെ ഇംസാക്ക് ചെയ്തില്ലെങ്കിൽ കുറ്റക്കാരാണോ എന്നതാണ്. ദുആ ചെയ്യണമെന്ന് വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കുമുസ്സലാം. ഹൈറുള്ളവരോ നിഫാസുള്ളവരോ ആയ സ്ത്രീകൾ ഇംസാക്ക് ചെയ്യേണ്ടതില്ല, നിർബന്ധമില്ല, അതല്ല സുന്നത്തും ഇല്ല, അവർക്ക് ഇംസാക്ക് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഇംസാക്ക് കൽപ്പിക്കപ്പെട്ടത് ആർക്കാന്ന് വെച്ചാൽ ഒരു കാരണം കൂടാതെ മനഃപൂർവ്വം നോമ്പ് ഉപേക്ഷിച്ചവൻ ഇംസാക്ക് ചെയ്യൽ വുജൂബാണ്. ഉദ്ർ കാരണം നോമ്പ് ഉപേക്ഷിക്കുകയും പിന്നീട് ആ ഉദ്ർ നീങ്ങുകയും ചെയ്താൽ ബാക്കി സമയം ഇംസാക്ക് ചെയ്യൽ സുന്നത്താണ്. ഉദാഹരണം, ഒരു സ്ത്രീക്ക് മെൻസസ് ഉണ്ടായിരുന്നു, അങ്ങനെ അവർക്ക് നോമ്പ് നിൽക്കാൻ പാടില്ല, ഹറാമാണല്ലോ ഈ മെൻസസ് ആയുള്ള സമയത്ത്. പക്ഷെ ളുഹറായപ്പം ശുദ്ധിയായി കുളിച്ച് ളുഹർ നിസ്കരിച്ചു. എന്നാൽ ഇനി അങ്ങോട്ട് മഗ്‌രിബ് ആകുവോളുള്ള സമയം ഇംസാക്ക് ചെയ്യൽ സുന്നത്ത്, അപ്പൊ തന്നെ സുന്നത്തുള്ളൂ. കാരണം എന്താ? എന്തുകൊണ്ട് അവൾ ഇന്ന് നോമ്പ് നോൽക്കാന്? ഹൈള് കാരണം നോമ്പ് നോൽക്കാൻ പാടില്ലാത്തത് കൊണ്ടാ. അത് ളുഹർ മുതൽ ശുദ്ധിയായി കുളിച്ച് നിസ്കരിച്ചു. ഇനി ഇവിടെ അങ്ങോട്ട് നോമ്പ് നോൽക്കാൻ കഴിയൂലല്ലോ, എന്നാലും ഇംസാക്ക് സുന്നത്ത്, വുജൂബ് ഏതായാലുമില്ല. അപ്പൊ ഹൈള് ഉള്ള സമയത്ത് ഇംസാക്ക് ചെയ്യൽ നിർബന്ധമില്ലെന്ന് മാത്രമല്ല സുന്നത്ത് പോലും ഇല്ല. ഹൈളുള്ള സമയത്ത് ഇംസാക്ക് ചെയ്യണ്ട, നിഫാസ് ഉള്ള സമയത്തും ഇംസാക്ക് ചെയ്യണ്ട, അത് വുജൂബുമില്ല സുന്നത്തുമില്ല. എന്നാൽ ഹൈള് നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധിയായി പകൽ സമയത്ത് കുളിച്ചു, ഇനി മഗ്‌രിബ് ബാക്കിയുള്ള സമയം ഇംസാക്ക് ചെയ്യുന്നത് സുന്നത്ത്. അതേ സമയത്ത് ഒരാൾ രാത്രി നിയ്യത്ത് ചെയ്യാൻ മറന്നു, അതല്ലെങ്കിൽ മനഃപൂർവ്വം നോമ്പ് നോറ്റില്ല, അല്ലെങ്കിൽ പകൽ എന്തോ മനഃപൂർവ്വം നോമ്പ് മുറിച്ചു, ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇംസാക്ക് വുജൂബ്. അപ്പൊ ശറഅ അനുവദിക്കുന്ന കാരണം കൂടാതെ നോമ്പ് നഷ്ടപ്പെടുത്തിയവനാണ് ഇംസാക്ക് വുജൂബാവുന്നത്. ഹൈള് നിഫാസുള്ളവർ അങ്ങനെയല്ലല്ലോ, ശറഅ അനുവദിച്ച കാരണം കൊണ്ടാണല്ലോ അവർ നോമ്പ് ഉപേക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇംസാക്ക് വുജൂബില്ല. എന്നാൽ ശുദ്ധിയായി കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാക്കി സമയം ഇംസാക്ക് ചെയ്യുന്നത് സുന്നത്തുണ്ട്. രണ്ടാമത്തെ ചോദ്യം, അവർക്ക് അങ്ങനെ സംശയം, ഉദാഹരണം അടിവയറ്റിൽ കടിപ്പും വേദനയും അനുഭവപ്പെട്ടു. സാധാരണ ഹൈള് മെൻസസ് തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ അടിവയറ്റിൽ വേദനയോ കടിപ്പോ ഒക്കെ അനുഭവപ്പെടാറുണ്ട്, നോമ്പാണ്. എന്നാൽ അടിയന്തരമായിട്ട് നോക്കണം, നിർബന്ധം. നോക്കിയാ നോമ്പിന് എന്താ പറ്റുക? ഗർഭാശയത്തിലെ കാര്യങ്ങൾ സ്ത്രീയെ അല്ലാഹു തആല വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ അത് അവൾ ഉത്തരവാദിത്വത്തോടു കൂടി ശ്രദ്ധിക്കൽ അവളുടെ മേൽ ഫർളായ കടമയാണ്. അപ്പൊ സംശയം തോന്നിയാൽ, അതായത് ലക്ഷണം കൊണ്ട് മെൻസസ് തുടങ്ങുമ്പോൾ ചിലപ്പോൾ ചില സ്ത്രീകൾക്കൊക്കെ ഉണ്ടാകുന്നതാണ് അടിവയറ്റിൽ ചെറുതായി വേദന, ചിലർക്ക് നല്ല വേദന ഉണ്ടാവും, അടിവയറ്റിൽ ചെറിയ വേദന, കടിപ്പ് ഒക്കെ വരും. അങ്ങനെ ഉണ്ടായാൽ ഉടനെ അവർ പരിശോധിക്കണം, മെൻസസ് തുടങ്ങിയിട്ടുണ്ടോ, രക്തത്തിന്റെ അടയാളം കാണുന്നുണ്ടോ. ഉണ്ടെങ്കിൽ ആ നോമ്പ് അപ്പോൾ തന്നെ ഒഴിവായി പാത്ര, പിന്നെ നോമ്പ് ഇംസാക്കൊന്നും ചെയ്യണ്ട. അല്ലാതെ അപ്പൊ ഒന്ന് നോക്കി അങ്ങനെ പാത്തിരായ ചങ്ങായിമാരെ, എനിക്കതാ മനസ്സിലാകത്ത്. നോക്കാതെന്നാലാണല്ലോ പ്രശ്നം. ഇങ്ങനെ സംശയമുള്ള സാഹചര്യത്തിൽ നോക്കി ഉറപ്പുവരുത്തണം. വെറുതെ ഇതിങ്ങനെ ചൊറുക്കിന് നോക്കണത് കുടങ്ങിയ കറാത്താണ്. കാരണം അവനവന്റെ തന്നെ ഗുഹ്യസ്ഥാനം കാരണം കൂടാതെ നോക്കൽ കറാഹത്താണ്. കാരണം ഉണ്ടെങ്കിൽ നോക്കൽ വുജൂബാവും, ഇവിടെയിൽപ്പെട്ടതാണ്. ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടോ ഇല്ലേ എന്ന് നോക്കുക. അങ്ങനെ തുടങ്ങിയിട്ടുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ നോമ്പ് പോയി,
മിസ്സാക്കി ചെയ്യും വേണ്ട. രാത്രി കണ്ടപ്പോ, എന്നാൽ അങ്ങനെ കണ്ടില്ല, മഗ്‌രിബിന് ശേഷം പിന്നെ രക്തം കണ്ടു, നേരത്തെ ഉണ്ടായി എന്ന് ഉറപ്പുണ്ടെങ്കിൽ നോമ്പ് പോയി, ഇല്ലെങ്കിൽ നോമ്പിന് കുഴപ്പമില്ല. അപ്പൊ ഇവിടെ നിർബന്ധമായ കടമ ഇങ്ങനെ സംശയം വന്നാൽ മെൻസസ് തുടങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കി ഉറപ്പുവരുത്തേണ്ടതാവുന്നു. അതിനിതിന്റെ അകത്തേക്ക് വല്ല വസ്തുവും പ്രവേശിപ്പിക്കുമ്പോൾ ആ നോമ്പ് മുറി അതിനൊന്നും മുക്കണ്ട, അല്ലാഞ്ഞാൽ തന്നെ അറിയും, നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും, തുടക്കത്തിൽ പ്രത്യേകിച്ചു. അസ്സലാമു അലൈക്കും. ഒരു ചോദ്യം ഉസ്താദേ, തവാഫ് ചെയ്യുമ്പോൾ അന്യ പുരുഷന്മാരെ തൊട്ടു ഒളു നഷ്ടപ്പെട്ടുപോകുമ്പോൾ അവിടെ ഏതെങ്കിലും രൂപത്തിൽ ഒളു നിലനിർത്താൻ പറ്റിയ വല്ല രീതിയും ഉണ്ടോ? തിരിച്ചുപോയി ഒളു എടുത്ത് വീണ്ടും വന്നാൽ പിന്നെയും അതുപോലെ സംഭവിക്കുന്നു. സുന്നത്തായ തവാഫിന് മുഖവും മുങ്കയും മറക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അസ്സലാമു അലൈക്കും. പെണ്ണുങ്ങൾക്ക് ഈ തൊട്ടിട്ട് ഉദു മുറിയാന്ന് അറിയണത് എനിക്ക് മനസ്സിലായിട്ടില്ല. ആണുങ്ങൾക്ക് റെഡിയാണ്. ആണുങ്ങള് ഇഹ്റാമിലൊക്കെ ആണെങ്കിൽ അവരാകെ ഒരു തുണി കൊടുത്ത് ഒരു തട്ടം കൊണ്ട് പുതച്ചിട്ടല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് അന്യ പെണ്ണുങ്ങൾ വന്ന് തൊടാനൊക്കെ സാധ്യതയുണ്ട്. അതേസമയത്ത് പെണ്ണുങ്ങൾക്ക് എന്താ ഭീമന്മാര്, പെണ്ണുങ്ങള് ഇഹ്റാമിലാണെങ്കിൽ തന്നെ കാലിന് സോക്സ് ഇട്ടിട്ടുണ്ടാവും, ശരീരം മുഴുവനും മറഞ്ഞതില് മുഖം മാത്രാണ് മറക്കാൻ പാടില്ലാത്തത്. കൈ ഓറടാൻ പാടില്ല എന്നുള്ളൂ, കൈ മറക്കണതിന് കുഴപ്പമില്ല. ഓറയല്ലാത്ത നിലക്ക് ഉദാഹരണം, രണ്ട് സൈഡിലും പോക്കറ്റുള്ള പർദ്ദയാണ്, കൈ രണ്ടും പോക്കറ്റിൽ വെച്ചു, ഒരു കുഴപ്പമില്ല. ഇനി അതല്ല, ഒരു ടവല് കൊണ്ടിട്ട് കൈ മറച്ചു, എന്നാലും കുഴപ്പമില്ല. ഈ മുങ്കയും മുഖവും മാത്രം ശ്രദ്ധിച്ചാൽ മതിയല്ലോ പെണ്ണുങ്ങൾ, ബാക്കി മുഴുവനും മറഞ്ഞില്ലേ. അവരെ സംബന്ധിച്ച് മറ്റുള്ളവർ തൊട്ടിട്ട് ഉദു മുറിയാന്ന് പറയുന്നത് ലക്ഷത്തിൽ ഒരു സാധ്യത. മുഖത്ത് വന്നു കണ്ട് ആളുകൾ തൊടുക എന്ന് പറയുന്നത് വളരെ വളരെ അപൂർവമാണ്. അതിപ്പോ തവാഫ് ഫർളായ ഇഹ്റാമിലാണെങ്കിൽ. അല്ലാതെ സുന്നത്തായ തവാഫിന് മുഖവും മറക്ക, കൈ ഉറട, കാലേതായാലും മുജൂബാണല്ലോ, കാലിന് ഉറടാഞ്ഞാല് നിസ്കാരം ചെയ്യാവോ എന്നതുപോലെ തന്നെ തവാഫ് ചെയ്യാവൂലല്ലോ. സുന്നത്തായ തവാഫുകൾക്കൊക്കെ കൈക്കുറടാം, മുഖം മറക്കാം. ഫർളായ തവാഫ് അഥവാ ഇഹ്റാമിലുള്ള സമയത്താണെങ്കിൽ മറക്കണേന് കുഴപ്പമില്ല, ഉറടാൻ പാടില്ല എന്നുള്ളൂ. മുഖം മാത്രമേ തുറന്നിടുന്നുള്ളൂ. മുഖത്ത് ആളുകൾ വന്ന് തൊടുക എന്ന് പറയുന്നത് വളരെ വളരെ അപൂർവം സാധ്യതയാണ്. അസ്സലാമു അലൈക്കും. ഉസ്താദേ, ഈ പെൺകുട്ടികൾക്ക് വയസ്സറിയിച്ചാൽ വീടുകളിൽ നമ്മുടെ നാട്ടില് ഇപ്പൊ പാർട്ടി കഴിക്കുന്നുണ്ട്, അത് ഇസ്ലാമിന്റെ വിധി എന്നാ അതില്? ചില ഭാഗങ്ങളിൽ അങ്ങനെ ഉണ്ടായിരിക്കും, ഞങ്ങളുടെ നാട്ടിലൊന്നും അങ്ങനെ ഇല്ല. ഉണ്ടെങ്കിൽ അത് മറ്റ് സമുദായക്കാരുടെ സംസ്കാരം നമ്മളിലേക്ക് കടന്നു വന്നതാണ്. അങ്ങനൊരു ആചാരം ഇസ്ലാമിൽ ഇല്ല. എന്നാ ഒരാൾ അങ്ങനെ ചെയ്തതുകൊണ്ട് ഇസ്ലാം ഒന്ന് പുറത്തുപോയി കാഫറാവും എന്ന് പറഞ്ഞതിന് അർത്ഥാക്കേണ്ടതില്ല. ഇസ്ലാമികമായ ഒരു ആചാരമല്ല ഒരു പെൺകുട്ടി അവൾക്ക് മെൻസസ് കൊണ്ട് പ്രായപൂർത്തിയായാൽ അതൊരു ആഘോഷമായി കൊണ്ടാടുക എന്നത് ഹൈന്ദവ സംസ്കാരത്തിൽ നിന്നും കടന്നു വന്ന ഒരാചാരമാണ്. ഇസ്ലാമിൽ അടിസ്ഥാനപരമായി അതിന് യാതൊരു പിൻബലവുമില്ല. ഒരാൾ അങ്ങനെ ഒരു നാട്ടാചാരം എന്ന നിലക്ക് ചെയ്താൽ ഹറാമും തെറ്റുവാണെന്ന് പറയാൻ പറ്റില്ലെങ്കിലും അങ്ങനെ ഒരു പുണ്യപ്പെട്ട കാര്യമോ ഇസ്ലാമിൽ അടിസ്ഥാനമുള്ളതാണോ എന്ന് വിശ്വസിക്കാൻ എന്തായാലും പാടില്ല. ഞങ്ങളുടെ നാട്ടിലൊന്നും അങ്ങനെ ഇട്ടില്ലാണോ. ഈ ഹൈന്ദവ സമുദായവുമായി അടുത്തിടപഴകുന്ന ചില പ്രദേശങ്ങളിൽ, ഇപ്പൊ നമ്മളെ തെക്കൻ ഭാഗങ്ങളിലൊക്കെ ചില സ്ഥലത്ത് ഈ നിക്കാഹിന്റെ സമയത്ത് മാല കൈമാറുക, പരസ്പരം മാലയിടുക, മോതിരം കൈമാറുക, നിറമറ വെക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഹൈന്ദവ സംസ്കാരം നമ്മളിലേക്ക് കടന്നു വന്നതിന്റെ ഭാഗമാണ്. തൃശ്ശൂരുണ്ടത്രേ, ഞങ്ങളവിടെ മലപ്പുറത്തും കോഴിക്കോടൊന്നും അങ്ങനെയില്ല. അങ്ങനെ മെൻസസ് ആയാൽ, പെൺകുട്ടികൾക്ക് മെൻസസ് ആയാൽ അതൊരു ആഘോഷമായി
കുടുംബങ്ങളും ബന്ധപ്പെട്ട ആളുകളെയും ക്ഷണിച്ചിട്ട് ഒരു സദ്യയൊക്കെ കൊടുത്തിട്ടൊരു ആഘോഷമായി കൊണ്ടിറക്കുന്നത്. ഇസ്ലാമിൽ അങ്ങനെ ഒരു സംസ്കാരമില്ല. ഹൈന്ദവ സംസ്കാരം കടന്നു കയറിയതാണ്. അത് ഒഴിവാക്കാൻ നോക്കേണ്ടതാണ്. ഇനി അതൊരു പുണ്യപ്പെട്ട കാര്യമൊന്നുമില്ല, ഒരു നാട്ടു നടപ്പ് നിലക്ക് ചെയ്തതുകൊണ്ട് തെറ്റല്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഇസ്ലാമിൽ അതിനടിസ്ഥാനമില്ല. അന്യ സമുദായത്തിൽ നിന്ന് കയറി വന്ന സംസ്കാരമാവുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്റെ വീട്ടിൽ നിന്ന് ഉതിർന്നു വന്നൊരു ചോദ്യമാണ്. 2 ചോദ്യങ്ങളുണ്ട്. അപ്പോ പിന്നീട് മൈക്കെടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ 2 കൂടി ഒപ്പം ഉത്തരം നൽകിയാല് നന്നായിരുന്നു. ഫസ്റ്റ് ചോദ്യം, വുളൂ ചെയ്യുമ്പോൾ ബാങ്ക് കേട്ടാൽ ബാങ്കിന് ഉത്തരം നൽകാമോ? അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, 9 മാസം ഗർഭമുള്ള സ്ത്രീ ബെഡ് റെസ്റ്റിലാണ്. ഡേറ്റിന് ഇനിയും 3 ആഴ്ചയുണ്ട്. ഈ സമയത്ത് എന്താ പറയാ, ഗർഭസ്ഥ ശിശുവിന്റെ ആ പാത്രത്തിലുണ്ടാവുന്ന ദ്രാവകം അത് പോകുന്ന ഒരു അസുഖം ഇപ്പോഴുണ്ട്. ഈ അസുഖം ഇത് നോമ്പിനും നിസ്കാരത്തിനും ബാധിക്കുമോ എന്നുള്ള 2 ചോദ്യമാണ് എന്റേത്. ഉസ്താദ് മറുപടി പറഞ്ഞാലും. ബാങ്ക് വിളിക്കുന്ന വുളൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാങ്ക് കേട്ടാൽ ബാങ്കിന് ഉത്തരം ചെയ്യേണ്ടതാണ്. ബാങ്കിന് ഉത്തരം ചെയ്യൽ വളരെ മുഅക്കദായ സുന്നത്താണ്. മറിച്ച് അകൽ കറാഹത്താണല്ലോ. വുളൂവിന്റെ സമയത്ത് ഓരോ അവയവങ്ങളും കഴുകുമ്പോൾ പ്രത്യേകമുള്ള ദുആ സഹീഹായ ഹദീസിലൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ദിക്റുകളോ ദുആകളോ ചെയ്യുന്നത് തെറ്റുണ്ട് എന്നല്ല, പ്രത്യേകം കൽപ്പനയില്ല. എന്നാൽ ബാങ്ക് കേട്ടാൽ ഇജാബത്ത് ചെയ്യാൻ പ്രത്യേകം കൽപ്പിക്കപ്പെട്ടതാണ്. വുളൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ വുളൂ ചെയ്യുകയും ചെയ്യാം, അതോടൊപ്പം തന്നെ ബാങ്കിന് ഇജാബത്ത് ചെയ്യുകയും ചെയ്യൽ സുന്നത്തുള്ളതാണ്. ഇജാബത്ത് ചെയ്യാൻ മാറ്റിവെക്കാനും പാടില്ല. എന്നാൽ അതിനുവേണ്ടി വുളൂവിനെ പിന്തിക്കേണ്ട ആവശ്യവുമില്ല. വുളൂ ചെയ്യുമ്പോൾ തന്നെ ബാങ്കിന് ഇജാബത്ത് ചെയ്യാവുന്നതാണ്. അത് സുന്നത്താണ്. ഓക്കെ. രണ്ടാമത്തത്, ഈ പ്രസവത്തിന്റെ അടുത്തെത്തിയിട്ടുണ്ട്, പക്ഷേ ഏതാനും ആഴ്ചകൾ ബാക്കിയുണ്ട്. ബെഡ് റെസ്റ്റ് നിർദ്ദേശിക്കപ്പെട്ട ഒരു സഹോദരിയാണ്. ആഫിയത്തോടു കൂടി വിഷമങ്ങളൊന്നുമില്ലാതെ ഉമ്മക്കും കുട്ടിക്കും ബുദ്ധിമുട്ടില്ലാതെ നല്ല നിരക്കുള്ള സുഖപ്രസവം റാഹത്തായി അല്ലാഹു തആല നൽകി കുട്ടിക്കും ഉമ്മക്കും അല്ലാഹു തആല ആഫിയത്തും റാഹത്തും നൽകുമാറാകട്ടെ എന്ന് ആദ്യമായി ദുആ ചെയ്യാം. ഒരു ദ്രാവകം പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് എപ്പോഴും പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിത്യശുദ്ധിയുടെ വിധിയാണ്. നിത്യശുദ്ധിക്കാരുടെ വിധിയാണ്. അപ്പോ ഹൈളല്ല, ഹൈളാണെങ്കിൽ ഹൈള് നിൽക്കുമുണ്ട്. ഹൈളിന്റെ രക്തത്തിന്റെ ലക്ഷണം ഒത്ത രക്തമാണ് പുറപ്പെടുന്നതെങ്കിൽ അത് ഹൈളിന്റെ വിധി തന്നെയാണ്. ഇതല്ല, ഒരു തരം ദ്രാവകം, രക്തമല്ല. അതിങ്ങനെ സ്ഥിരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നിസ്കാരത്തിന് അതില്ലാതെ കിട്ടുന്ന സമയം കാണുന്നില്ല. അങ്ങനെ വന്നാൽ അവര് വഖത്തായതിനു ശേഷം വല്ല ഡ്രസ്സ് ചെയ്ത് പുറത്തേക്ക് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടി വുളൂ ചെയ്ത് നിസ്കരിക്കേണ്ടതാണ്, താമസിക്കാതെ. അതായത് നിത്യശുദ്ധിയുള്ളവരെ പോലെ. അടുത്ത നിസ്കാരത്തിന് ഈ കെട്ട് മാറ്റി കഴുകി രണ്ടാമത് കെട്ടിയതിനു ശേഷം നിസ്കരിക്കേണ്ടതാണ്. നോമ്പിന് അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഹൈളാവാൻ സാധ്യതയുണ്ടെങ്കിൽ അഥവാ രക്തം പുറപ്പെടുന്നുണ്ട്, 24 മണിക്കൂറിൽ കുറയാതെ രക്തം കാണുന്നുണ്ട്, ആകെ ദിവസം 15 ദിവസത്തേക്കാൾ കൂടിയിട്ടില്ല, ഈ സംഭവം നടക്കുന്നതിന്റെ മുമ്പായി 15 ദിവസത്തിന്റെ ഉള്ളിൽ രക്തം ഹൈൾ ഉണ്ടായിട്ടില്ല, ഇങ്ങനെയുള്ള നിബന്ധന ഒത്ത രക്തമാണെങ്കിൽ ഗർഭിണികളിൽ നിന്ന് കാണുന്ന രക്തം ഹൈൾ തന്നെയാണ്. സാധാരണഗതിയിൽ ഗർഭിണികൾക്ക് ഹൈൾ ഉണ്ടാവാറില്ലെങ്കിലും അപൂർവം ചില സന്ദർഭങ്ങളിൽ സ്ത്രീകൾക്ക് ഗർഭാവസ്ഥയിലും ഹൈളുണ്ടാവാം. നിയമപരമായി അതിന് ഹൈളിന്റെ വിധിയുണ്ട്.
ചോദ്യത്തിൽ ഹൈളല്ല, ഒരു ദ്രാവകമാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നിത്യശുദ്ധിക്കാരുടെ വിധിയാണ്. നോമ്പിന് കുഴപ്പമില്ല. നിസ്കാരം അതാത് സമയങ്ങളിൽ വൃത്തിയാക്കി കെട്ടി വുദു എടുത്ത് നിസ്കരിക്കേണ്ടതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. ഒരു പ്രധാന ഒരു ചർച്ച വന്നിട്ടുണ്ടായി ഉസ്താദിനോട് ഇടയിൽ. ഇന്നലെ ഒരാള് സുന്നി സെന്ററിൽ ഒരു ഉസ്താദ് പ്രസംഗിച്ചു. ഇംസാക്ക് എന്ന് പറഞ്ഞാല് ജനങ്ങളുടെ മുന്നിൽ നോമ്പോടുകൂടെ ജീവിക്കുന്നു, എന്തെങ്കിലും കാരണവശാൽ നോമ്പ് നഷ്ടപ്പെട്ടു പോയവൻ. ഇംസാക്ക് എന്ന് പറഞ്ഞാൽ നോമ്പ് ജനങ്ങളുടെ മുന്നിൽ ആ നോമ്പില്ലാത്തവനെ പോലെ നടക്കാതെ നോമ്പുള്ളവനായി നടക്കുന്നു. നോമ്പ് മുറിയ കാരണത്താൽ അവൻ വെറുതെ വിശന്ന് ഭക്ഷണം കഴിച്ച് ഒക്കെ നടക്കാം, ഭക്ഷണം കഴിക്കാൻ രഹസ്യമായി എന്ന്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയല്ല. ഇംസാക്ക് എന്ന് പറഞ്ഞാൽ നോമ്പ് നഷ്ടപ്പെട്ടെങ്കിലും നോമ്പുകാരനെ പോലെ രഹസ്യവും പരസ്യവുമായി അവൻ നോമ്പുകാരനെ പോലെ ജീവിക്കുക എന്നതാണ്. ഏതാണ് ശരിയെന്ന് ഉസ്താദ് മനസ്സിലാക്കി ഒരുപാട് ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ സംശയം തീർക്കാനാണ് ഇസ്ലാമിക. ആയിക്കുട്ടി ഉസ്താദേ, അത് മൂല്യന്മാരുടെ ഇടയിലുള്ള ചർച്ച ആയതുകൊണ്ട് ഇന്ന് പറയില്ല, നാളെ ഒന്നുകൂടി നോക്കി ഉറപ്പുവരുത്തിയിട്ട് പറഞ്ഞുതരാം. അതിനാലേ സാധാരണ ഒരാള് ഒരു കാര്യം സംശയം ചോദിക്കുമ്പം പറയുന്ന രീതി സാധാരണക്കാരനോട് പറയുന്ന രീതിയിലല്ലല്ലോ. ഉലമാക്കൾക്കിടയിലുള്ള ഒരു ബഹസ്, ഒരു ചർച്ച നടക്കുന്ന വിഷയത്തിനെ പ്രതികരിക്കേണ്ടത് വളരെ സൂക്ഷ്മതയോടുകൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ഇംസാക്കുമായി ബന്ധപ്പെട്ട വിശദീകരണം റബ്ബ് തൗഫീഖ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നാളെ പറയും. മനസ്സിലായില്ലേ? ഇംസാക്കുമായി ബന്ധപ്പെട്ട വിഷയം നാളെ. അതിനെന്താ വെച്ചാല് കിതാബ് ഒന്ന് മുതാല ചെയ്ത ആ ഭാഗം ഒന്നുകൂടി ഉറപ്പുവരുത്തിയിട്ട്, നമ്മളുടെ ഇങ്ങനെ കുറെ അഭിപ്രായം പറയുന്നതിൽ ഒരു കാര്യമില്ല. മഹാന്മാരായ ഇമ്മത്ത് അവരുടെ കിതാബുകളിൽ എന്ത് പറഞ്ഞു അതാണ് വിഷയം. അപ്പൊ അത് ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്താൽ നമുക്ക് നാളെ അക്കാര്യം ഇന്ന് കിതാബ് നോക്കി ഉറപ്പുവരുത്തിയതിനു ശേഷം നാളത്തെ ക്ലാസിന്റെ സമയത്ത് പറയാം ഇൻഷാ അല്ലാഹ് എന്ന് വഅദ ചെയ്യുന്നു. പിന്നെ ഇന്നലെ ഏതോ ഒരു സക്കാഫി കുട്ടികളുടെ തവാഫുൽ വദാഉമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചർച്ച ചെയ്യേണ്ടതുണ്ട്, അതുകൊണ്ട് നമ്പർ വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു. വ്യക്തിപരമായ ചർച്ചയാണെങ്കിൽ ഓക്കെയാണ്. അതേ സമയത്ത് ഇവിടെ ക്ലാസ് റൂമിൽ ക്ലാസ് എടുക്കുന്നയോ സംശയ നിവാരണം നടത്തുന്നയോ സമയത്ത് വന്ന വല്ല വിഷയങ്ങളിലും സംശയമുണ്ടെങ്കിൽ അത് വ്യക്തിപരമായി ഫോൺ ചെയ്ത് തീർക്കേണ്ട വിഷയമല്ല, മറിച്ച് പബ്ലിക്കിൽ തന്നെ ചോദിച്ച്, ചിലപ്പോ പിഴവാണെങ്കിലും ഞാനിപ്പോ ഒരു സർവജ്ഞനായ ഒരു മഹാപണ്ഡിതനാണെന്ന് ദുന്യാവിൽ ഒരാൾക്കും അഭിപ്രായമില്ല, എനിക്ക് തീരെ അഭിപ്രായമില്ല. ഞാനൊരു കേവലം മുത്താലിമ മാത്രമാണ്. വലിയ 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 ഇമാമിയങ്ങൾ പറയുന്ന മസ്അലകളിൽ പോലും ചിലപ്പോൾ മുഅ്തമദിനെതിരെ വരികയും പിന്നീട് വരുന്ന ഹാഷിക്കാര് അത് തിരുത്തുകയും ചെയ്യാറുണ്ട്. എന്നതുപോലെ വല്ല അബദ്ധങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ അത് കിതാബിന്റെ ഇബാറത്ത് ഇങ്ങനെയാണ്, ആ നിരക്ക് നിങ്ങൾ പറഞ്ഞതുമായിട്ട് വ്യത്യാസമുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഞാനത് നോക്കി ഉറപ്പുവരുത്തി എന്റെ അടുക്കൽ വല്ല പിഴവും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി പറയാൻ 100% ഞാൻ തയ്യാറാണ്. ഞാൻ ഒരിക്കലും ആ വിഷയത്തിൽ വാശിക്കാരനല്ല. അപ്പൊ അതുകൊണ്ട് അത് പബ്ലിക്കിൽ തന്നെ എന്ത് സംശയമാണ് അദ്ദേഹത്തിന് കുടുങ്ങിയത് എങ്കിൽ അത് പബ്ലിക്കിൽ ചോദിക്കേണ്ടതും, എന്നിട്ട് അതിന് അദ്ദേഹത്തിന്റെ മദാർ ഏത് ഇബാറത്താണെന്ന് വെച്ചാൽ അതൊന്ന് ഉണർത്തുകയും ചെയ്താൽ അത് നോക്കിയിട്ട് ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് പറയാവുന്നതാണ്. മനസ്സിലായില്ലേ? അന്നേരം കീശിരി പറഞ്ഞതുപോലെ വ്യക്തിപരമായി എനിക്ക് പലപ്പോഴും ഇവിടെ തിരക്കായിരിക്കും. അതിന്റെ ഇടക്ക് പരിചയമില്ലാത്ത പല ആളുകളും വിളിക്കും. നിങ്ങൾ അന്യ നാട്ടിൽ നിന്നാ വിളിക്കുക, നിങ്ങൾ എന്താ അവസ്ഥയിലാണെന്ന് എനിക്കറിയില്ല, ഞാൻ ഏതവസ്ഥയിലാണെന്ന് നിങ്ങൾക്കും അറിയില്ല. അപ്പോ പലപ്പോഴും ടെലിഫോൺ എടുക്കൂല, കാരണം ഞാൻ തിരക്കിലേക്കാരം അതിന്റെ ഇടക്ക് എടുക്കൂല. പിന്നെ നല്ല പരിചയമുള്ളവരാണെങ്കിൽ തിരിച്ചു വിളിക്കും, അല്ലെങ്കിൽ തിരിച്ചു വിളിക്കൂല.
തന്നെയല്ല പബ്ലിക് ക്ലാസ്സിലുണ്ടായ സംശയം പബ്ലിക് ക്ലാസ്സിൽ തന്നെ തീർത്തെങ്കിലേ ബാക്കിയുള്ളവർക്കും കൂടി ആ സംശയം തീരണമല്ലോ. പിന്നെ നേരത്തെ ചോദിച്ച ആ കുട്ടി തന്നെ രണ്ടാമത് എന്തോ വിശദീകരണം ചോദിക്കാനുണ്ട് പറഞ്ഞാൽ ആ കുട്ടി തന്നെ മൈക്കെടുത്തോട്ടെ, എന്നിട്ട് ബാക്കിയുള്ള ആളുകൾ എടുക്കാം. നേരത്തെ പറഞ്ഞ് ആ സ്ത്രീകളെ മസാല ചോദിച്ച ആ കുട്ടിക്ക് തന്നെ തോന്നുന്നു എന്തോ വേറെ അവർക്ക് വേണ്ടി, ആ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ആ കുട്ടി ചോദിക്കുന്നത്. അപ്പൊ അതിനെ തുടർന്ന് എന്തോ ഒരു ഉപചോദ്യം ബാക്കിയുണ്ട്, ആ കുട്ടി മൈക്കെടുത്തോട്ടെ, എന്നിട്ട് ബാക്കി ആളുകൾ എടുക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. എന്റെ ഉസ്താദ്, ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല ആ ചോദ്യത്തിന്റെ ചോദ്യം അതായിരുന്നില്ല ഉസ്താദ്. ഞാൻ ചോദിച്ചത് അങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോ ഇപ്പോ ഡോക്ടർമാര് പറഞ്ഞത് കുമ്പിടാനോ അങ്ങനൊന്നും പറ്റില്ല എന്നാണ്. ഇപ്പൊ നിസ്കരിക്കാനിപ്പോ കഴിയില്ല. അപ്പൊ വീണ്ടും മടക്കി നിസ്കരിക്കേണ്ടി വരുമോ? ഈ കാരണത്താൽ ഈ നിസ്കാരം നമ്മൾ കണക്ക് വെച്ച് പിന്നീട് ആ അസുഖമൊക്കെ മാറിയതിന് ശേഷം ആ അസുഖം കൊണ്ട് വീണ്ടും മടക്കി നിസ്കരിക്കേണ്ടി വരുമോ എന്നായിരുന്നു ചോദ്യം. അതായിരുന്നു, അതുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്ന ഉസ്താദ് മറുപടി പറഞ്ഞത്. ഉടനെ ഇപ്പൊ തന്നെ നിസ്കരിക്കണേ, ഇപ്പോൾ തന്നെ നിസ്കരിക്കണം, മാറ്റിവെക്കാൻ പാടില്ല. മനുഷ്യന്റെ കാര്യല്ലേ. എഴുന്നേറ്റ് നിൽക്കേണ്ട ആവശ്യമില്ല നിസ്കരിക്കാന്, റുക്കുവും സുജൂദും ചെയ്യേണ്ട ആവശ്യമില്ല നിസ്കരിക്കാന്. ബെഡ് റെസ്റ്റ് നിർദ്ദേശിക്കപ്പെട്ട ഒരു പുരുഷനായാലും സ്ത്രീ ആണെങ്കിലും ചെരിഞ്ഞു കിടന്നുകൊണ്ട് നിസ്കരിക്കാൻ പോലും പറ്റാത്ത ആളുകളാണെങ്കിൽ മലർന്നു കിടന്നുകൊണ്ട് നിസ്കരിച്ചാൽ മതി. അതിനാണല്ലോ നിൽക്കാൻ കഴിയാത്തവര് ഇരുന്ന് നിസ്കരിക്കുക, ഇരിക്കാൻ കഴിയാത്തവര് ചെരിഞ്ഞിടന്ന് നിസ്കരിക്കുക, ചെരിഞ്ഞിടന്ന് നിസ്കരിക്കാൻ കഴിയാത്തവര് മലർന്നു കിടന്ന് നിസ്കരിക്കുക, എന്നിട്ട് തല കൊണ്ട് റുക്കുവിനും സുജൂദിനും ഇശാറത്ത് ചെയ്യുക. അതിന് കഴിയൂലെങ്കിൽ കണ്ണിന്റെ മോള കൊണ്ട് റുക്കുവിനും സുജൂദിനും ഇശാറത്ത് ചെയ്യുക. അങ്ങനെ ചെയ്താൽ മതി, പിന്നീട് മടക്കി നിസ്കരിക്കേണ്ടതില്ല. അങ്ങനെ ചെയ്യാതെ നിസ്കാരം ഖളാ ആക്കിയാൽ വൻദോഷങ്ങളിൽപ്പെട്ട കുറ്റമാണ്. പിന്നീട് ആയുസിന്റെ കാര്യം അള്ളാന്റെ അടുക്കലാണ്. ഇതൊക്കെ മാറി സുഖമായിട്ട് പിന്നെ നിസ്കരിക്കാനുള്ള ആഫിയത്തും ദീർഘായുസും കിട്ടുന്നുള്ളത് ഞമ്മക്ക് പറയാൻ കഴിയൂലല്ലോ, അള്ളാഹ്ക്കല്ലേ പറയാൻ കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ബെഡ് റെസ്റ്റ് നിർദ്ദേശിക്കപ്പെട്ട സഹോദരിമാർ അതിന്റെ പേരിൽ നിസ്കാരം ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല. ഇനി പുരുഷന്മാരാണെങ്കിലും അങ്ങനെ തന്നെ. ഈ അറ്റാക്കിന്റെ രോഗമൊക്കെ വന്ന് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ ചിലപ്പം ഡോക്ടർമാർ ബെഡ് റെസ്റ്റ് നിർദ്ദേശിക്കാറുണ്ട്. അനങ്ങാൻ പാടില്ല, ചെരിഞ്ഞിറക്കാനും കൂടി പാടില്ല, അങ്ങനെ കിടക്കണോ. ആ സമയത്ത് നിസ്കരിക്കാം. ഉദു എടുക്കാൻ മറ്റൊരാൾ സഹായം ചെയ്തു കൊടുക്കണം എന്നേ ഉള്ളൂ. എന്നിട്ട് മലർന്നു കിടന്ന് ഉള്ളംകാലും മുഖവും കിബിലയിലേക്ക് വരുന്നവർക്ക് ഉള്ളംകാല് കിബിലയുടെ നേരെ തിരിച്ച് തലയാണി വെച്ച് മുഖത്തിന്റെ മുൻവശവും കിബിലക്ക് കിട്ടുന്ന നിലക്ക് കിടന്നിട്ട് നിയ്യത്ത് ചെയ്യുന്നതിനോ തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലുന്നതിനോ ഫാത്തിഹ ഓതുന്നതിനോ ഒന്നും ഒരു കുഴപ്പമുണ്ടാവില്ലല്ലോ. റുക്കുവും സുജൂദും തല കൊണ്ട് ചെറുതായിട്ട് ഇശാറത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിന് പറ്റാത്ത സാഹചര്യമാണെങ്കിൽ കണ്ണിന്റെ പോള കൊണ്ട് റുക്കുവും സുജൂദും ചെയ്യാവുന്നതാണ്. അങ്ങനെ നിസ്കരിച്ചാൽ അത് തന്നെ മതി, പിന്നെ മടക്കി നിസ്കരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വേണ്ടേ. അല്ലാതെ ഇതൊക്കെ കഴിയുന്നവരെ എങ്ങനെ എഴുതി വെക്കുക, കഴിഞ്ഞതിന്റെ ശേഷം രണ്ടാമത് നിസ്കരിക്കുക എന്ന് പറയുന്ന ഒപ്പ് തന്നെ ശരിയല്ല. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ, ഒന്ന് എസ് അടിക്കോ? ഉസ്താദ്, ഞാൻ ദുആ വസീയത്ത് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്. എന്റെ ഭാര്യ ഗർഭിണിയാണ് ഉസ്താദെ. 8 മാസം പൂർത്തിയായി. കുട്ടി വളർച്ചയില്ല. പ്രഷറും ഷുഗറും കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. 10 ദിവസത്തോളം ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടന്ന് 10-25 ഗുളിക ദിവസം കഴിക്കുന്ന ഉസ്താദ്. ഒന്ന് പ്രത്യേകം ദുആ ചെയ്യണം, ആരോഗ്യമുള്ള സ്വാലിഹായ കുഞ്ഞിന് വേണ്ടി. മൈക്കർ റീഹ്. അസ്സലാമു അലൈക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. കുട്ടിക്കും ഉമ്മക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ആഫിയത്തും ബറക്കത്തും നൽകുമാറാകട്ടെ. ഇപ്പത്തെ ഡോക്ടർമാരെയാണ് വിശ്വസിക്കാൻ പറ്റാത്തത്. അറിയാം നിങ്ങൾക്ക്? അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യാം. ഗർഭിണിയായ ഒരു സ്ത്രീ 10-25 ഗുളിക കുടിക്കാതെ ഏത് ഡോക്ടറാണേക്കും അത് അങ്ങനെ ദുന്യാവിന്റെ മുകളിൽ പഠിച്ച് പാസ്സാകുന്നവരല്ല 75 ലക്ഷവും 1 കോടിയും 1.5 കോടിയും ഒക്കെ കിത്ത കൊടുത്തിട്ട് ഡോക്ടറാകുകയും എന്നിട്ട് പ്രൈവറ്റ് ആശുപത്രികളിൽ നല്ല ചൊറുക്കുള്ള കെട്ടിടം ഉണ്ടാവും, അതിൽ ജോലിക്ക് കയറിയിട്ട്
കൊടുത്ത കാശ് മുതലാക്കാൻ വേണ്ടിയിട്ട് ലാബുകാരുടെയും മരുന്നമ്പരിക്കാരുടെയും കമ്മീഷൻ വാങ്ങി മനുഷ്യ ശരീരത്തെ ഗിനിപ്പന്നികളെപ്പോലെ പരീക്ഷണ വസ്തുവാക്കുന്ന വലിയൊരു വിഭാഗം ഡോക്ടർമാർ ജന്മം വാഴുന്ന കാലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സലാമത്താക്കട്ടെ എന്ന് ദുആ ചെയ്യാം. ഗർഭിണിയായ ഒരു സ്ത്രീ ഇത്ര കൂടുതൽ ഗുളിക കൊടുക്കുക എന്നറിയ ഏത് ഭീകരനായ ഡോക്ടറാണേക്കും പഠിച്ചോനെ ആ പെണ്ണിനെ നോക്കുന്നത് എന്ന് അള്ളാഹ്ക്കല്ലാതെ പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ ഇറ്റങ്ങൾ ഈ പറയണമൊക്കെ വിശ്വസിച്ച് നടക്കുന്ന നമ്മളിമാണ് പറയാം. ഏതൊരു പ്രൈവറ്റ് ആശുപത്രിയിൽ പോയാലും ഗർഭപാത്രം ആവശ്യത്തിൽ കൂടുതൽ താന്നിട്ടുണ്ട്, പ്രയാസം വരാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. ഓൾക്ക് കഞ്ഞിക്ക് അരിക്കുള്ള പരിപാടിയാണ്. ഗർഭപാത്രം വളരുന്നതിനനുസരിച്ച് കുറച്ച് താഴ്ന്നുള്ള ഉറപ്പല്ല. ഏത് പൊട്ടനും തിരിയിലപ്പോൾ അത് ഡോക്ടർ പറയേണ്ട ആവശ്യമുണ്ടോ? കുട്ടിയുടെ കിടപ്പ് ശരിയല്ല, അതുകൊണ്ട് സൂക്ഷിക്കണം. കിടപ്പ് ഒരേ നിലക്ക് കിടക്കുക, കുട്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിളകൂലേ? എന്തൊക്കെ തട്ടിപ്പുകളാണ് ഈ സാധുക്കള് ഈ പാവപ്പെട്ട പെണ്ണുങ്ങളെയും അത് മുഖേന മനുഷ്യരെയും പറ്റിച്ചുണ്ടാക്കുന്നതെന്നാ. ഇനി സ്കാൻ ചെയ്താൽ 100% ശരിയാന്നുള്ള അഭിപ്രായം ഉണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? എത്ര സംഭവങ്ങൾ 3ഉം 4ഉം സെന്ററുകളിൽ വെച്ചിട്ട് സ്കാൻ ചെയ്തതിന്റെ നേരെ വിപരീത റിസൾട്ട് പ്രസവിക്കുമ്പോൾ വരുന്ന എത്ര ഉണ്ട്? ശരിക്ക് എന്നും നഫീസത്തുമാല പാടിക്കോളി, അതൊക്കെ വിട്ടതാ നമുക്കുള്ള തകരാറ്. അതുപോലെ തന്നെ ബദരീകളെ പേരിൽ ഒരു യാസീനോത്, കുട്ടിക്കും തള്ളക്കും കുഴപ്പമൊന്നുമില്ലാതെ റാഹത്തായി പ്രസവം നടക്കാനും കുട്ടിയുടെ ആരോഗ്യത്തിനും വേണ്ടി എന്നും ഇനി പ്രസവിക്കുന്നത് വരെ എന്നും ഭർത്താവും ഭാര്യയും ഒരു യാസീനോത് ആ നിയ്യത്തോട് കൂടി ഒരു 11 വട്ടം എന്നും നാരിയത്ത് സലാത്തിയല്ല. ഭാര്യ നഫീസത്തുമാല പാടുക. നിങ്ങൾ നോക്കി ഒരു ഗുളികയും കുടിക്കേണ്ടി വരില്ല. കുട്ടിക്കും പൂർണ്ണ വളർച്ചയ്ക്കും ആരോഗ്യം ഉണ്ടാവും, ഉമ്മക്കും അപകടം ഉണ്ടാവില്ല. നമ്മളതല്ല, നമ്മളെ അടുത്ത് കുറച്ച് കായുണ്ട്, പുതിയ പൈസക്കാരാണ് ഗൾഫുകാരാണെന്നുള്ള പേര് വരുത്തുമാണ്. അപ്പൊ ഏറ്റവും നല്ല 5 സ്റ്റാർ ആശുപത്രിയിൽ നേരത്തെ ബുക്ക് ചെയ്യാം. എന്നിട്ട് പച്ച പൊള്ളിച്ചങ്ങൾ പറയണത് നമ്മൾ അങ്ങനെ അണ്ണാക്ക് തൊടാതെ അങ്ങോട്ട് വിഴുങ്ങാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് അള്ളാഹുവിലേക്ക് മടങ്ങുക, മഹാന്മാരെ ആദരിച്ച് അവരെ തവസ്സുലാക്കുക. അങ്ങനെ ചെയ്താൽ കാര്യങ്ങൾ അല്ലാഹു തആല മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് സലാമത്താക്കി തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല കുട്ടിക്കും തള്ളക്കും അപകടമില്ലാതെ ആഫിയത്തും റാഹത്തുമുള്ള പ്രസവം നൽകുകയും കുട്ടിക്ക് നല്ല ആഫിയത്തും ആരോഗ്യവും അല്ലാഹു തആല കൊടുത്ത് സ്വാലിഹായ ഒരു സന്താനമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. മൈക്കൂട്ട്. ഏതായാലും പെരുന്നാള് ദിവസത്തിന്റെ ചർച്ചയാണല്ലോ. ഈ 2 പെരുന്നാൾ കണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പൊതുവെ ഇങ്ങനെ ഭക്ഷണം വെച്ച് കഴിക്കലാണോ ഈ പെരുന്നാൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ല വേറെങ്ങും വല്ല അടിസ്ഥാനം ഈ ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാൾ ഉണ്ടോ എന്നറിയാനാണ്. പെരുന്നാളിന്റെ പാടും കൂടെ ആയതുകൊണ്ട് ചോദിച്ചതാണ്. മൈക്കോട്ട്. അസ്സലാമു അലൈക്കും. പെരുന്നാൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയൊരു നിഅമത്ത് കിട്ടിയതിന് ശുക്ർ ചെയ്യുക എന്നതാണ് ഒരു ലക്ഷ്യം. രണ്ടാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമുദായത്തിന് അവന്റെ വക വലിയൊരു സദ്യ ഒരുക്കുന്നു, അത് സന്തോഷപൂർവ്വം സ്വീകരിക്കുക. ഈ 2 ലക്ഷ്യമാണ്. ഒന്ന്, പരിശുദ്ധ റമദാനാവുന്ന ഒരു പുണ്യമാസം ഏറ്റവും മഹത്തായ ഇബാദത്താവുന്ന നോമ്പ് എന്ന് പറയുന്ന ഇബാദത്ത് ചെയ്ത് തീർക്കാൻ ഭാഗ്യം തന്നു. വലിയൊരു നിഅമത്താണ്. ആ നിഅമത്തിൽ ശുക്ർ ചെയ്യുക എന്നതാണ് ചെറിയ പെരുന്നാൾ. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ പൂർത്തീകരണമാവുന്ന ഹജ്ജ് എന്ന് പറയുന്ന പുണ്യകർമ്മത്തിന്റെ പൂർത്തീകരണമാണ് ദുൽഹജ്ജ് 10 നടക്കുന്നത്. പിന്നുള്ളത്
ഫൈദാ ഖളൈതും മനാസിക്കക്കും വദ്കുറുല്ലാഹ ഇൻദൽ മശ്അരിൽ ഹറാം, അത് പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞിട്ട് പിന്നെയുള്ള പൂർത്തീകരണം. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഹജ്ജ് പൂർത്തിയാകുമ്പോൾ അതിന് ശുക്രായിട്ടാണ് ബലിപെരുന്നാളാണ്. അപ്പൊ ഒന്ന് അള്ളാഹു തആലാക്ക് മഹത്തായ ഒരു ആരാധനാകർമ്മം നിർവഹിച്ച് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം നേടാൻ ഭാഗ്യം ലഭിച്ചതിന് ശുക്ർ ചെയ്യുക എന്ന ലക്ഷ്യമാണ് പെരുന്നാൾ, രണ്ട് പെരുന്നാൾ. രണ്ടാമത്തേത് മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു ഔദ്യോഗിക വിരുന്നാണ് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. അപ്പൊ ആ അള്ളാഹുവിന്റെ ഈ വിരുന്ന് സദ്യ സ്വീകരിക്കുക എന്നതുകൊണ്ടാണ് വിഭവസമൃദ്ധമായി ഭക്ഷണങ്ങൾ ഒരുക്കുകയും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് ഭംഗിയായി അള്ളാഹുവിന് ശുക്ർ പെരുന്നാൾ നിസ്കാരത്തിന് തക്ബീറോടുകൂടി പുറപ്പെടുകയും ചെയ്യുന്നത് അള്ളാഹുവിന് ശുക്ർ ചെയ്യലാണ്. അള്ളാഹു തആലാന്റെ സദ്യ സ്വീകരിക്കലാണ് വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കുന്നതിലൂടെയും അത് ഉപയോഗിക്കുന്നതിലൂടെയും. അപ്പൊ രണ്ട് പ്രധാന ലക്ഷ്യങ്ങളുണ്ട്. അതിൽ ഭക്ഷണം ഒരുക്കലും അത് കഴിക്കലും പുതുവസ്ത്രം ധരിക്കലും സുഗന്ധം പൂശലും ഒക്കെ സുന്നത്തായ പുണ്യകർമ്മങ്ങൾ പെട്ടു. ഉസ്താദ് വൈക്കാരും എടുക്കുന്നില്ല. ഞാൻ ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്. ഉസ്താദ് എവിടെ അറിയില്ല. ശരി പെരുന്നാൾ ഉദ്ദേശിക്കുന്നത് നാട്ടിലുള്ള പാവപ്പെട്ടവർക്ക് വിത്തറിന്റെ അരി കൊടുത്ത് പെരുന്നാൾ ആഘോഷിക്കാനും, വലിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് ഉളിയത്ത് അറുത്തിട്ട് മാംസം കൊടുത്തിട്ടുമാണെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. അത് ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിലാണോ എല്ലാവരും ഒരു പറച്ചലാണോ എന്നറിയാനാണ് വൈക്കോട്ട്. അസ്സലാമു അലൈക്കും. വെറും പറച്ചിലല്ല, അതിന് അടിസ്ഥാനമുണ്ട്. അതായത് പെരുന്നാള്, ചെറിയ പെരുന്നാള് അല്ലാഹു തആല മുസ്ലിമീങ്ങൾക്ക് നൽകുന്ന വലിയൊരു സദ്യയാണ്. ഈ സദ്യ ഒരുക്കാൻ കഴിവില്ലാത്ത പാവങ്ങളും ഉണ്ടാവും സമൂഹത്തിൽ. അവർക്ക് കൂടി ആഘോഷിക്കാനുള്ള സന്ദർഭം ഒരുക്കുകയാണ് ഈ ഫിത്ർ സക്കാത്തിലൂടെ. ലക്ഷ്യം പാവപ്പെട്ടവനും കഴിവുള്ളവനും എല്ലാവരും അന്ന് സദ്യ കഴിക്കണം. അള്ളാഹുവിന്റെ സദ്യയാണ്. പക്ഷേ പാവങ്ങൾക്ക് അതിന് കഴിവുണ്ടാവാൻ സാധ്യത കുറവുള്ളതുകൊണ്ട് കഴിവുള്ള ആളുകൾ ഫിത്ർ സക്കാത്തിന്റെ വിഹിതം കൊടുത്തുകൊണ്ട് പാവപ്പെട്ടവർക്ക് കൂടി പെരുന്നാൾ ദിവസം സദ്യ ഉണ്ണാനുള്ള മാർഗം ഒരുക്കി കൊടുക്കൽ കൂടി ഈ ഫിത്ർ സക്കാത്തിലൂടെ ലക്ഷ്യം വെക്കുന്നുണ്ട്. എന്നതുപോലെ തന്നെ ബലിപെരുന്നാളിന്റെ അന്ന് പാവപ്പെട്ടവർക്ക്, പണക്കാർക്ക് മാംസം വില കൊടുത്തു വാങ്ങി പെരുന്നാൾ ആഘോഷിക്കാൻ കഴിവുണ്ടാകും. എന്നാൽ അതിന് കഴിവില്ലാത്തവരും സമൂഹത്തിലുണ്ടല്ലോ. അവർ കൂടി പെരുന്നാൾ സദ്യ ഉപയോഗിക്കട്ടെ എന്ന നിലക്ക് പെരുന്നാൾ ദിവസങ്ങളിലൊക്കെ, അഥവാ 10, 11, 12, 13 എന്നീ ദിവസങ്ങളിലൊക്കെ ഉദൂഹിയത്ത് സുന്നത്താക്കി ആ മാംസം സാധുക്കൾക്ക് ലഭിച്ചിട്ട് അത് മുഖേന അവർക്കും സദ്യ കഴിക്കാനുള്ള വേദി ഒരുക്കൽ കൂടി, അത് മാത്രമാണെന്നല്ല, അതുകൂടി ഈ ഉദൂഹിയത്തിലും ഫിത്ർ സക്കാത്തിലും ഉദ്ദേശമുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, റമദാൻ മാസം ഖുർആൻ പാരായണം ചെയ്യൽ പുണ്യമുള്ള കാര്യമാണല്ലോ. അത് ഒച്ചത്തിലോതണോ അല്ല മനസ്സിൽ പതുക്കോന്നു? ഏതാ പുണ്യം? അതിനെപ്പറ്റി ഒന്ന് വിശദീകരിച്ചാൽ. ഖുർആൻ ഓതൽ എന്നും പുണ്യമുള്ള ഇബാദത്താണ്. റമളാനിൽ പ്രത്യേകം പുണ്യമുണ്ട്. എന്നും പുണ്യമുള്ള ഇബാദത്താണ്. ഫഖറഉ മാ തയസ്സറ മിനൽ ഖുർആൻ എന്ന അല്ലാഹു തആല എപ്പോഴും നിങ്ങൾക്ക് സൗകര്യപ്പെടുന്നത്ര ഖുർആനിൽ നിന്നിട്ട് ഓതണം എന്ന് ഖുർആനിൽ ആവർത്തിച്ച് നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് എപ്പോഴും ഖുർആൻ ഓതൽ സുന്നത്താണ്. റമളാനിൽ പക്ഷേ ഖുർആൻ അവതരിച്ച മാസം എന്ന നിലക്ക് പ്രത്യേകമായി ഖുർആൻ ഓതൽ സുന്നത്തുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം തങ്ങളും
ഖുർആൻ എല്ലാ വർഷവും റമദാനിൽ ഓരോ ഖത്മ് വീതം പരസ്പരം ഓതി തീർക്കുമായിരുന്നു എന്ന് ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. അപ്പൊ റമദാനിൽ ഖുർആൻ ഓതുന്നതിന് പ്രത്യേകം പുണ്യമുണ്ട്. സാധാരണ ഓതുകയാണെങ്കിലും റമദാനിൽ ഓതുകയാണെങ്കിലും നിസ്കാരത്തിൽ ഓതുകയാണെങ്കിലും ഒക്കെ ഓതിയ പ്രതിഫലം കിട്ടണമെങ്കിൽ സ്വന്തം ശരീരം കേൾക്കുന്ന ശബ്ദത്തിൽ ഓതണം. എന്നാലേ ഓത്തിന്റെ സുന്നത്ത് കിട്ടുകയുള്ളൂ. ഫറളായ ഓത്താണെങ്കിൽ ഉദാഹരണം നിസ്കാരത്തിലെ ഫാത്തിഹ, അത് സ്വന്തം ശരീരം കേൾക്കുന്ന നിലക്ക് ഓതിയെങ്കിലേ ഫറള് വീടുള്ളൂ. മനസ്സിൽ നടത്തിയാൽ പോരാ, കേവലം നാവ് അനക്കിയാലും പോരാ. നാവ് അനക്കുക അല്ലെങ്കിൽ മനസ്സിൽ മാത്രം നടത്തുക എന്നതുകൊണ്ട് ഖുർആൻ ഓതിയ പുണ്യം ലഭിക്കുന്നതല്ല. ഫർളുള്ളവർക്ക് ഖുർആൻ ഓതുന്ന ഫർള് വീടുകയില്ല, സുന്നത്തുള്ളവർക്ക് സുന്നത്തിന്റെ കൂലിയും കിട്ടുകയില്ല. കിട്ടണമെങ്കിൽ സ്വന്തം ശരീരം കേൾക്കുമാർ ശബ്ദത്തിൽ ഓതണം. കൂടുതൽ ഉച്ചത്തിൽ ഓതിക്കൊള്ളണമെന്നില്ല. മറ്റാളുകൾക്കും ബുദ്ധിമുട്ടില്ലാത്ത സമയത്ത് കൂടുതൽ ഉച്ചത്തിൽ ഓതുന്നത് നല്ലതാണ്. എന്നാൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്നിടത്ത് കൂടുതൽ ഉച്ചത്തിൽ ഓതാൻ പാടില്ല. ഏതായാലും ഖുർആൻ ഓതിയ പുണ്യം ലഭിക്കണമെങ്കിൽ സ്വന്തം ശരീരം കേൾക്കുന്ന നിലക്ക് ഓതിയെങ്കിലേ ഖുർആൻ ഓതിയ പുണ്യം ലഭിക്കുകയുള്ളൂ. അസ്സലാമു അലൈക്കും. സാർ, എനിക്ക് ഈ അക്കീകത്ത് അറക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഒരു സംശയം. ഇപ്പൊ ചെറുപ്പത്തിൽ എന്റെ പേരിൽ അറുത്തിട്ടില്ല അക്കീകത്ത്. ഇപ്പോൾ എനിക്കത് അറക്കാനുള്ള ഒരു സാഹചര്യം എനിക്കെല്ലാം അനുകൂലമാണ്. പക്ഷെ ഞാൻ അറുത്തു കൊടുക്കണോ? അത് അറുത്തു കൊടുത്തില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഉസ്താദ് വിശദീകരിച്ചാൽ. ചെറുപ്പകാലത്ത് വാപ്പക്ക് സാമ്പത്തികമായ സൗകര്യമില്ലാത്തതിന്റെ പേരിലോ മറ്റോ അറക്കാതെ നിന്നാൽ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് തന്നെ അറക്കൽ സുന്നത്തുണ്ട്. വളരെ പ്രധാനപ്പെട്ട സുന്നത്തുകളിൽപ്പെട്ട ഒരു സുന്നത്താണ് അക്കീഖത്ത് അറക്കുന്നത്. നിങ്ങൾക്ക് ചെറുപ്പത്തിൽ അത് അറുത്തിട്ടില്ല, വാപ്പ എന്തോ സൗകര്യക്കുറവുണ്ടായിരിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമാതിന് സൗകര്യമുണ്ട് എങ്കിൽ സുന്നത്തുണ്ട് അറക്കൽ. അറുത്തിട്ടില്ല, അതിന് കുറ്റൊന്നും കിട്ടൂല. ഒരു സുന്നത്ത്, പ്രധാനപ്പെട്ട മോക്കലായ ഒരു സുന്നത്താ. അപ്പൊ അത് നേരത്തെ വാപ്പ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്താൽ അതിന് സുന്നത്തിന്റെ കൂലി കിട്ടും, നല്ലതാണ്. ഷർത്തൊത്ത 2 വയസ്സ് തികഞ്ഞ ഐബില്ലാത്ത ഒരു കാളയെയോ പോത്തിനെയോ പോലെയുള്ള ഒരു മൃഗത്തെ അല്ലെങ്കിൽ ആടായാലും മതി, 2 വയസ്സ് ചെയ്യണം മാത്രം. അറുത്ത് ഈ നീയത്തോടു കൂടി അക്കീഖത്ത് അറുക്കുന്നു എന്ന നീയത്തോടു കൂടി അറുക്കുക. ചെറുപ്പത്തിൽ ബാപ്പ അറുത്തിട്ടില്ലെങ്കിൽ പ്രായപൂർത്തിയെത്തിയതിനു ശേഷം ഈ വ്യക്തിക്ക് സ്വന്തം കഴിവുണ്ടെങ്കിൽ അങ്ങനെ അറുക്കൽ സുന്നത്താണ്. അക്കീഖത്ത് അറുത്ത പുണ്യവും കൂലിയും കിട്ടും. ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റം കിട്ടുമൊന്നുമില്ല, കാരണം ഫർളല്ലല്ലോ, സുന്നത്തായ കാര്യമാണ്. അസ്സലാമു അലൈക്കും. കേൾക്കുമെന്ന് വിചാരിക്കുന്നു സാർ. ഈ ഖുതുബന്റെ സമയത്തില് രാവിലെ വന്നവരുണ്ട്. പക്ഷെ ഈ ഖുതുബ തുടങ്ങുമ്പോൾ മലായിക്കന്മാർ അവർക്കുള്ള ഏട് കൂട്ടി പോകും, പിന്നീട് അവർ ഏതില്ല എന്ന് പറയും. അപ്പൊ ഖുതുബ ഓതിയതിന്റെ ശേഷം വന്ന ആൾക്ക് എന്തെങ്കിലും പ്രതിഫലം കിട്ടോ? ആ ഖുതുബ കേട്ടതിന്റെ കിട്ടോ എന്നുള്ളത് വിചാരിക്കും. ഖുതുബ കേട്ടതിന്റെ പ്രതിഫലം കിട്ടും. ജുമാ നിസ്കരിച്ചാൽ അതിന്റെ പ്രതിഫലവും കിട്ടും. മലായിക്കത്ത് രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് നേരത്തെ പോവുക എന്ന് പറയുന്ന വേറൊരു സുന്നത്തുണ്ട്. വെള്ളിയാഴ്ച ജുമാക്ക് ഖുതുബ തുടങ്ങുന്നതിന്റെ മുമ്പ് സുബൈ മുതൽക്കുള്ള സമയത്തെ 6 ഭാഗിച്ചിട്ടുണ്ട്. അതിൽ 1ാമത്തെ ഭാഗത്തിൽ പോകുന്നവർക്ക് ഒരു ഒട്ടകം അറുത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്ത പ്രതിഫലം കിട്ടും. ഇത് ജുമാന്റെ കൂലിന്റെ പുറമേണ്. 2ാമത്തെ സാഹത്തിൽ പോകുന്നവർക്ക് ഒരു മാടിനെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലമാണ്. 3ാമത്തെ സാഹത്തിൽ പോകുന്നവർക്ക് ഒരു ആടിനെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലമാണ്. അങ്ങോട്ട് പിന്നെ ഒരു കോഴിയെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലം. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കോഴിമുട്ട ദാനം ചെയ്ത പ്രതിഫലമാണ്.
ഖതീബ് മിമ്പറിൽ പ്രവേശിച്ചാൽ മലായിക്കത്ത് ഏടുകൾ പൂട്ടിവെച്ച് ഖുതുബ കേൾക്കാൻ വേണ്ടി വന്നിരിക്കും. ഇനി ഈ പറയുന്ന നേരത്തെ വന്ന പട്ടികയിൽ ഈ 6 പട്ടികയിലും പെട്ടാത്തത് കൊണ്ട് ആ പ്രത്യേക ദാനം ചെയ്ത പുണ്യം ലഭിക്കുന്നതല്ല. ഖുതുബ കേട്ടു, ജുമാ നിസ്കരിച്ചു, ജുമാന്റെ ഫർള് വീടും ഖുതുബ കേട്ട കൂലിയും കിട്ടും. അപ്പൊ ഇത് രണ്ടും രണ്ടാണ്. ഒന്ന് ഫജ്ർ മുതൽ ഖുതുബ തുടങ്ങുന്നത് വരെയുള്ള സമയത്തെ 6 ആക്കി ഭാഗിച്ച് ഓരോ ഭാഗത്തിലും വരുന്ന ആളുകളെ പ്രത്യേകം പട്ടികയിൽ ഉൾപ്പെടുത്തുകയും അവർക്ക് പ്രത്യേക സദഖ ചെയ്ത പ്രതിഫലം അല്ലാഹു തആല ജുമാന്റെ പുറമെ കൊടുക്കുകയും ചെയ്യും. അത് പക്ഷേ ഖുതുബ തുടങ്ങിയാൽ പിന്നീട് വരുന്നവര് ആ പട്ടികയിൽ വരില്ല, ആ പുണ്യം അവർക്ക് ലഭിക്കുകയും ഇല്ല. എന്നാൽ ഖുതുബ കേട്ടതും ജുമാ നിസ്കരിച്ചതുമായ കൂലി അത് കിട്ടും, അത് നീപ്പെട്ടതല്ല. നേരത്തെ വന്നവർക്ക് അത് രണ്ടും കിട്ടും. ഈ സദഖന്റെ കൂലിയും കിട്ടും, ജുമായെ പങ്കെടുത്തതും ഖുതുബ കേട്ടതുമായ കൂലിയും കിട്ടും. ഖുതുബ തുടങ്ങിയതിനു ശേഷം വന്നവർക്ക് നേരത്തെ പറഞ്ഞ കൂലിയില്ല, ഖുതുബ കേട്ടതും നിസ്കരിച്ചതുമായ കൂലി കിട്ടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കണ്ടല്ലോ അല്ലേ? ഞാൻ ബാങ്ക് കൊടുക്കാൻ പോയി, ചോദിക്കാൻ നേരത്തെ ബാങ്ക് കൊടുക്കാനായിരുന്നു. പക്ഷെ അതൊരു ചോദ്യം ഉസ്താദേ ഇവിടെ വന്നത്, നോമ്പ് ചെറുപ്പത്തിൽ നോൽക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും നോമ്പ് നിർബന്ധമാകുന്നത് പ്രായപൂർത്തിയാവുമ്പോൾ അല്ലേ? അങ്ങനെയെങ്കിൽ ഒരു സ്ത്രീയുടെ പ്രായപൂർത്തിയാവുന്നത് റമദാൻ മാസമാണെങ്കിൽ ഹൈദ് കാലത്തെ നോമ്പ് നോറ്റുവീട്ടൽ നിർബന്ധമാവുമോ എന്നാണ് ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം. നിർബന്ധമാവും. അതന്നെ ഇപ്പൊ ഇതിന്റെ കണക്ക്. പ്രായപൂർത്തി എത്തുന്നത് വരെയുള്ളത് 7 വയസ്സ് മുതൽക്ക് പ്രായപൂർത്തി എത്തുന്നത് വരെയുള്ളത് സുന്നത്തിന്റെ കൂലി കിട്ടും. കൽപ്പിക്കൽ 10 വയസ്സ് വരെ രക്ഷിതാക്കൾക്ക് നിർബന്ധമാണ്, അതിന്റെ കൂലി രക്ഷിതാക്കൾക്ക് കിട്ടും. നോറ്റ സുന്നത്തിന്റെ കൂലി നോറ്റ കുട്ടിക്കും കിട്ടും. 10 വയസ്സ് മുതൽ വേണ്ടി വന്ന അടിക്കണം, അതിന്റെ കൂലി രക്ഷിതാക്കൾക്ക് കിട്ടും, അവർക്കത് വുജൂബ്. നോൽക്കൊരു കുട്ടിക്ക് സുന്നത്ത്. റമളാനിന്റെ പകലിലാണ് ഒരു പെൺകുട്ടിക്ക് മെൻസസ് ഫസ്റ്റിൽ തുടങ്ങുന്നത് അഥവാ പ്രായപൂർത്തിയാകുന്നത്. എന്നാൽ ശുദ്ധിയായി കുളിച്ചോടെ മുതൽക്കുള്ളത് അങ്ങോട്ട് നോറ്റാ പോരാ. എന്നാണോ മെൻസസ് തുടങ്ങിയത് അന്ന് മുതൽ ശുദ്ധിയാവുന്നത് വരെയുള്ള ദിവസത്തെ നോമ്പ് ഖളാ വീട്ടണം. കാരണം മെൻസസ് തുടങ്ങിയതോടുകൂടി ഈ കുട്ടിക്ക് പ്രായപൂർത്തിയെത്തലോടുകൂടി നോമ്പ് ഫർളായി. പക്ഷേ മെൻസസ് ഉള്ള സമയത്ത് നോമ്പ് സഹീഹല്ല. അതുകൊണ്ട് ഇപ്പോൾ നോമ്പ് നോൽക്കണ്ട, പിന്നീട് ശുദ്ധിയായതിനു ശേഷം നോമ്പ് ഇത്രയും ദിവസത്തെ നോമ്പ് ഖളാ വീട്ടണം. ഓക്കെ. അസ്സലാമു അലൈക്കും. സാർ കേൾക്കുന്നുണ്ടോ? ഞാൻ ചാടി എടുത്തതല്ല, മുന്നിൽ ആൾ എടുക്കാത്തോണ്ടാണ്. പള്ളിയിൽ ഖുർആൻ ഓതുമ്പോൾ കാല് നീട്ടി ഖുർആൻ ഓതാൻ പറ്റുമോ എന്നാണ് ചോദ്യം. പിന്നെ രണ്ടാമത്തെ ചോദ്യം, സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം കിടന്നുറങ്ങണ ഉചിതമാണോ എന്നാണ്. അസ്സലാമു അലൈക്കും ചോദിക്കണം. കാല് നീട്ടിയിരുന്നോതൽ ഒരു ബഹുമാനക്കുറവ്, അദബുകേടാണ്. സാധിക്കുന്നവർ നിസ്കാരത്തിന്റെ അത്തഹിയാത്തിൽ ഇരിക്കുന്ന രീതിയിൽ ഖിബിലക്ക് മുന്നിട്ട് ഇരുന്നു കൊണ്ട് ഓതലാണ് സുന്നത്തായ രീതി. പക്ഷേ ഒരാൾക്ക് ആരോഗ്യപരമായ കാരണങ്ങളാൽ കാല് വേദന അനുഭവപ്പെട്ടിട്ടോ പ്രയാസമുള്ളതുകൊണ്ടോ കാല് നീട്ടി വെച്ചിരുന്നു കൊണ്ട് ഓതുകയാണെങ്കിൽ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഇതൊന്നും ഇല്ലാതെ ഒരാള് കാല് നീട്ടി വെച്ചുകൊണ്ട് ഓതുന്നത് ഉത്തമമായ രീതിയല്ല. എന്നാൽ ഹറാമാണ് എന്ന് പറയാനും പറ്റില്ല. ഒരാൾ കാല് നീട്ടി വെച്ച് ഇങ്ങനെ ഓതുകയാണെങ്കിൽ അത് ഹറാമായ രീതിയല്ല. പക്ഷേ സുന്നത്തായ രീതി ബഹുമാനത്തോടുകൂടി അത്തഹിയാത്തിലിരിക്കുന്ന രീതിയിൽ ഇരുന്നു കൊണ്ട് ഓതലാണ് ഏറ്റവും അഫ്ളലായ രീതി. അത് എന്നെ ഖിബിലക്ക് മുന്നിട്ടുകൊണ്ട് ഇരുന്ന് ഓതലുമാണ്. ഇങ്ങനെ കുറെ സമയം ഇരുന്ന് ഓതിയപ്പം കാല് വേദന വന്നപ്പം കാല് നീട്ടിക്കുകയാണെങ്കിൽ അതുകൊണ്ട് കുഴപ്പമില്ല. അനാദരവ് വരുന്ന നിലക്ക്, അതുപോലെ തന്നെ ഒരു ഇസ്തിർവാഹ് എന്ന നിലക്ക് നല്ലതല്ല. അത്രയിപ്പോ
ആ ഇരുത്തത്തിൻ്റെതുള്ളൂ. പിന്നെ രണ്ടാമത്തെ എന്ത് പറഞ്ഞ്? രണ്ടാമത്തെ ഓർമ്മയില്ല. സുബഹിക്ക് ശേഷം ഉറങ്ങും അല്ലെ? സുബഹിക്ക് ശേഷം ഉറങ്ങുന്നത് ഉത്തമമല്ല, കറാഹത്താണ്. കാരണം ഒരു ദിവസത്തെ ഏറ്റവും കൂടുതൽ ബറക്കത്തുള്ള സമയം ഫജ്ർ മുതൽക്ക് സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് ആകുന്നത് വരെയുള്ള സമയമാണ് ഏറ്റവും ഒരു ദിവസത്തെ ഏറ്റവും ബറക്കത്ത്. ബൂരിക്കലി ഉമ്മത്തി ഫി സ്വബാഹിഹ എന്ന രാവിലെയാണ് എന്റെ ഉമ്മത്തുകൾക്ക് ബർക്കത്ത് ചെയ്യപ്പെട്ടത് എന്ന്, അല്ലെങ്കിൽ രാവിലെ സമയത്ത് അല്ലാഹു തആല എന്റെ ഉമ്മത്തിന് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്ത സമയമാണ്. ആ സമയത്ത് കിടന്നുറങ്ങിയാൽ ഈ ബർക്കത്ത് ലഭിക്കാതെ പോവും. അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലുമുള്ള പുരോഗതി, അഭിവൃദ്ധിയാണ് ബർക്കത്ത്. അത് നഷ്ടപ്പെടാൻ ഇടവരും എന്നതുകൊണ്ട് അത് കറാഹത്താണ്. പക്ഷേ ഉദ്റുള്ളവർക്ക് ഇതിൽ നിന്നിട്ട് ഒഴിവുണ്ടാവും. ഉദാഹരണം, രാത്രി ഡ്യൂട്ടിയുള്ള ആളായിരുന്നു, അദ്ദേഹം ഡ്യൂട്ടി സുബഹി ബാങ്ക് കൊടുത്തപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞു. എന്നാൽ സുബഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ 5 മിനിറ്റ് മുമ്പ് കിടന്നുറങ്ങിയ കാരണം നിസ്കരിച്ചിട്ട് പിന്നെ കിടന്നുറങ്ങൽ കറാഹത്താണല്ലോ എന്നുള്ളവർക്ക്, അല്ലെങ്കിൽ ഇതിന്റെ ഇടക്കാരം ഒരു തമാശയായിട്ട് പറയുന്നു, ഇത് നേരത്തെ സുബഹി നിസ്കരിച്ച് കിടക്കലേനി, ഇപ്പോ ഉസ്താദ് വയല് അറിയണത് കേട്ട് സുബഹി നിസ്കരിച്ച് കിടക്കണ ഗുണമില്ല. അതിന്റെ ശേഷം പിന്നെ എന്താക്കുക വെച്ചാൽ നേരത്തെ തന്നെയാണ് കിടക്കും, എന്നിട്ട് പിന്നെ ജോലിക്ക് പോകാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോ അപ്പൊ സുബഹി കളാ വീട്ടലാണ് പറഞ്ഞത്. അത് പാടില്ല, അത് ഹറാമല്ലേ. അപ്പോ പ്രത്യേകം എതിരില്ലാത്ത ആളുകൾ സുബഹിക്ക് ശേഷം ഉറങ്ങുന്നത് കറാഹത്താണ്. അതുകൊണ്ട് ബറക്കത്ത് കുറയും. കഴിയുന്നവർ അത് ഒഴിവാക്കേണ്ടതാണ്. എന്നാൽ സുബഹി നമസ്കരിക്കും വക്ത് തെറ്റാതെ, എന്നാൽ തന്നെ വലിയ ബറക്കത്താണ്. ഇനി കൂടാതെ കഴിയാത്ത അവന്റെ ജോലി സംബന്ധമായ പ്രയാസങ്ങളുണ്ട്. ഉദാഹരണം, രാത്രി 2 മണിക്കും 3 മണിക്കും ഒക്കെ ജോലി കഴിഞ്ഞെത്തുന്നവരുണ്ട്. അവരോട് സുബഹി നിസ്കരിച്ചിട്ട് കിടന്നുറങ്ങരുത് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ നടക്കുക? അങ്ങനത്തെ ഒരു ഉറങ്ങിക്കോട്ടെ. എങ്കിലും പ്രത്യേകം എതിരില്ലാത്ത സമയത്ത് സുബഹി നിസ്കരിച്ചതിന് ശേഷം കിടന്നുറങ്ങുന്നത് ബറക്കത്ത് കുറവുണ്ടാവും. അത് പറ്റുന്നവർ ഒഴിവാക്കൽ നല്ലതാണ്. ഇനി ഒരാൾ അങ്ങനെ കിടന്നുറങ്ങിയ അതുകൊണ്ട് ഹറാമൊന്നുമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, എന്റെ സംശയം, സാധാരണ പുകവലിക്കുന്നത് കൊണ്ട് നോമ്പ് മുറിയുമെന്ന് ഉസ്താദന്മാരുടെ അരികത്തുനിന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ സാധാരണ ചില പള്ളിയിലൊക്കെ കാണാൻ ജുമുഅന്റെ സമയത്ത് ഈ പുകരുന്ന പരിപാടി പ്രത്യേകം എവിടെയെങ്കിലും പുകയിപ്പിച്ച് വെക്കല് മാത്രമല്ല, അത് സൊഫിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് കാണാം. അപ്പൊ അതുകൊണ്ട് നോമ്പ് ഫസലിങ്ങളുടെ കൂടെയൊക്കെ നമ്മൾ നോമ്പിലായിരിക്കും, അവര് നോമ്പ് എടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ അവര് പുകവലിക്കുന്നുണ്ടാവും. അപ്പൊ ഈ പുകവലിക്കുന്നവരുടെ കൂടെ നമ്മൾ ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ നോമ്പിനെ അത് ബാധിക്കുമോ? അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ വിറക് കത്തിക്കുന്ന സ്ത്രീകളുണ്ടാവും, അടുപ്പ്. അപ്പോ ആ പുകയും നോമ്പിനെ ബാധിക്കുമോ? ഉസ്താദ് അവറുകൾ ഒന്ന് വിശദീകരിച്ചാൽ വലിയ ഉപകാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്താ പിന്നെ സാധാരണ ഇല്ലാത്തൊരു കൊല്ലി കുടിച്ചൊച്ച. സാധാരണ അബൂ ഫായിദ് ഉസ്താദ് എപ്പോഴും നല്ല ക്ലിയർ മൈക്കാണ്. ഇതിങ്ങനെ ആരോ കൊല്ലുടിച്ച് നിൽക്കും പോലെ ഇങ്ങനെ ഒരു അറഫ് കേൾക്കും, അടുത്ത അറഫ് കേൾക്കൂല, ഒരു അറഫ് കേൾക്കും, പിന്നെ അടുത്ത അറഫ് കേൾക്കൂല, അങ്ങനെ. മനസ്സിലായില്ലേ? സാധാരണ നല്ല ക്ലിയറുള്ള മൈക്കാണ്. ഇന്നെന്തോ ഒരു ചങ്കുപിടുത്തമുണ്ട്, പൗതിയും. ഏതായാലും ഏകദേശം ഒരു 3/4 ഭാഗം ഞാൻ ഏച്ചൂട്ടി പറയണം. നിങ്ങൾക്ക് പറഞ്ഞത് ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ അപ്പൊ തിരുത്തങ്ങൾക്ക്. പുക വലിച്ചാൽ നോമ്പ് മുറിയും, അത് അംഗീകൃത തത്വമാണ്. എന്നാൽ ചോദ്യം അതല്ല. ചില പള്ളികളിൽ ജുമാക്ക് വേണ്ടി ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയോടത്ത് ഈ ഊത് പുകയ്ക്കുന്ന പാത്രത്തിൽ ഊതിട്ട് പുകയിച്ചുകൊണ്ട് സൊഫിനിടയിലൂടെ ഇങ്ങനെ നടക്കും. അതുപോലെ തന്നെ വീട്ടിൽ അടുപ്പ്, വിറക് കത്തിക്കുന്ന അടുപ്പിൽ പുക ഉണ്ടാവുമല്ലോ, ഈ പുക ശ്വസിക്കുവാനും മറ്റുമൊക്കെ ഇടവരുന്ന സാഹചര്യത്തിൽ നോമ്പ് മുറിയുമോ എന്നാണ് ചോദ്യം, എന്നാണ്
മുറിഞ്ഞുകൊണ്ടാണെങ്കിലും ചോദിച്ചതിൽ നിന്നിട്ട് മനസ്സിലായത്. അത് രണ്ടും രണ്ട് മസലയാ. പുകവലി എന്ന് പറയുന്നത് വായിൽ പുക വരുമ്പോൾ ഈ പുക തടിയുള്ള വസ്തുവാണ്. അത് ഉമിനീരിൽ കലർന്ന് ഉമിനീരോടൊന്നിച്ച് ഉള്ളിലേക്ക് ഇറങ്ങും എന്നതുകൊണ്ടാണ് അവിടെ നോമ്പ് മുറിയുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ അകത്തേക്ക് വലിച്ചെടുത്ത പുക നാം അറിഞ്ഞോ അറിയാതെയോ ഉമിനീരിൽ കലരുകയും ഈ പുകയുടെ അംശം കലർന്ന ഉമിനീർ കീപ്പോട്ട് നമ്മൾ മനഃപൂർവ്വം ഇറക്കിയാലും അല്ലാതെ ഇറങ്ങിയാലും നാം മനഃപൂർവ്വം വായിലേക്ക് വലിച്ചെടുത്തതായതുകൊണ്ട് നമ്മൾ മുട്ടായി പോലെയുള്ളത് വായിൽ വെച്ചിട്ട് ഉമിനീരിൽ കലർന്ന് കീപ്പോട്ടിറങ്ങിയാൽ നോമ്പ് മുറിയുന്നത് പോലെ നാം വലിച്ചെടുത്ത പുക കലർന്ന ഉമിനീര് കീപ്പോട്ടിറങ്ങുന്നത് കൊണ്ടാണ് നോമ്പ് മുറിയുന്നത്. നമ്മൾ ഇറക്കിയാലും ഇറക്കാതെ ഇറങ്ങിയാലും രണ്ടായാലും നമ്മൾ മനഃപൂർവ്വം വായിലേക്ക് എടുത്തതായതുകൊണ്ട് നോമ്പ് മുറിയും. എന്നാൽ ഊതു പുകയിക്കുന്നിടത്ത് സാധാരണഗതിയിൽ അതിന്റെ വാസനയെത്തും എന്നല്ലാതെ പുകയുടെ തടി നാം വായിലേക്ക് മനഃപൂർവ്വം വലിച്ചെടുക്കുന്നില്ല. അബദ്ധവശാൽ ചിലപ്പോൾ വിറക് കത്തിക്കുന്ന സമയത്ത് വലിച്ചെടുക്കാതെ തന്നെ ചിലപ്പോൾ ശ്വാസോച്ഛ്വാസത്തിന്റെ കൂടെ ചിലപ്പോൾ അടുപ്പ് ഊതുന്ന സമയത്ത് അബദ്ധവശാൽ കയറി എന്ന് വരും. അവിടെ രണ്ടോടത്തീരും മനഃപൂർവ്വം എന്തെടുക്കുന്നില്ല, ഈ പുക വായിലേക്ക് എടുത്തിട്ടില്ല. അതുകൊണ്ട് ഏതുപോലെയുള്ളൂ വാസന വസ്തു, ഒരു വസ്തു വാസനയുള്ള വസ്തു അടുത്തുണ്ടായി എന്നതുകൊണ്ട് നോമ്പ് മുറിയാത്തത് പോലെ ഇതുകൊണ്ട് നോമ്പ് മുറിയില്ല. അതേസമയത്ത് പുകവലി അങ്ങനെയല്ല. അവൻ മനഃപൂർവ്വം പുക അകത്തേക്ക് വലിച്ചെടുത്തതും ആ വലിച്ചെടുത്ത പുക ഉമിനീരിൽ കലർന്ന് ആ ഉമിനീരിന്റെ അംശത്തോടുകൂടി ഉള്ളിലേക്ക് കടക്കുന്നതും കൊണ്ടാണ് അവിടെ നോമ്പ് മുറിയുന്നത്. ഓക്കെ. പരസ്പരം മുസ്ലിമീങ്ങൾക്ക് സലാം പറയുന്ന സുന്നത്തൻ പറയുന്നു. എന്നിരിക്കെ ഈ വഹാബികളായ ആളുകൾ ഇപ്പോ ഒരു മുസ്ലിമീങ്ങളല്ല എന്ന ഒരു വിഷയമാണ്. ഉസ്താദ് ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു സാർ. അസ്സലാമു അലൈക്കും. ശബ്ദം തന്നെ വളരെ കുറവ്. എന്നാലാട്ടെ ശബ്ദമുള്ള ശബ്ദത്തിന് പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ മൈക്ക് വിടാൻ താമസിച്ചാൽ മൈക്ക് നിങ്ങളെ കയ്യിലിരിക്കും, മറുപടി പറയാൻ കഴിയില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സുഹൃത്തിന്റെ ചോദ്യം, മുസ്ലിങ്ങൾ പരസ്പരം സലാം പറയൽ സുന്നത്തില്ലേ? ഉണ്ടല്ലോ. എങ്കിൽ മുജാഹിദ് ജമാഅത്ത് പോലെയുള്ള ആളുകൾ മുസ്ലിങ്ങളല്ലേ? പിന്നെ അവർക്ക് സലാം പറയൽ സുന്നത്തില്ല എന്ന് പറയുന്നുണ്ടല്ലോ. ആദ്യത്തെ ഭാഗം ശരിയല്ല. മുസ്ലിങ്ങളായ ആളുകൾ പരസ്പരം സലാം പറയൽ നിരുപാധികം സുന്നത്താണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഒരു യുവതിയായ ഒരു സ്ത്രീ ഒരു യുവാവായ ഒരു പുരുഷനും അന്യരാണ്. ഈ രണ്ടാളും മുസ്ലിമീങ്ങളാണ്, നല്ല ശുദ്ധ മുസ്ലിമീങ്ങളാണ്. എന്നാൽ ഈ യുവതിയായിരിക്കുന്ന സ്ത്രീ ഒറ്റയ്ക്കൊരു പുരുഷനെ കണ്ടപ്പോൾ, ഒരു അന്യ പുരുഷനെ കണ്ടപ്പോൾ ആ പുരുഷന് സലാം പറയൽ ഹറാമാണ്. മറിച്ച് ഈ പുരുഷൻ ഈ സ്ത്രീക്ക് സലാം പറയൽ കറാഹത്താണ്. ഇനി ഇങ്ങനെ ഒറ്റയ്ക്കൊരു യുവതിയായിരിക്കുന്ന സ്ത്രീയെ ഒരു യുവാവ് കണ്ടുമുട്ടിയപ്പോൾ ഈ യുവാവ് ഈ യുവതിക്ക് സലാം പറയൽ കറാഹത്താണ്. അവൾ അയാൾക്ക് മടക്കൽ ഹറാമാണ്. അപ്പൊ ഇവർ രണ്ടാളും മുസ്ലിമീങ്ങളല്ലേ? ആണ്, മുസ്ലിങ്ങളാണ്. പക്ഷെ അവിടെ സലാം പറയാൻ പാടില്ല. പെണ്ണ് പറയലും മടക്കലും ഹറാമ്, പുരുഷൻ പറയലും മടക്കലും കറാഹത്ത്. ഒരാള് മൂത്രമൊഴിക്കണം, വേറൊരാൾ കയറി വന്നു, അല്ല മുസ്ലിമാണ്, സലാം പറയൽ സുന്നത്തില്ല. ഒരാൾ ഭക്ഷണം കഴിക്കുകയാണ്, വായില് ഭക്ഷണമുണ്ട്, അപ്പൊ കയറി വന്ന ആള് സലാം പറയൽ സുന്നത്തില്ല. ആള് മുസ്ലിമാണോ? ആണ്, നല്ല ഒന്നാം നമ്പർ മുസ്ലിമാണ്, വായിൽ ഭക്ഷണം ഉണ്ടെന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നിരുപാധികം ഏതൊരു മുസ്ലിമായ മനുഷ്യനും
മറ്റൊരു മുസ്ലിമായ മനുഷ്യനെ എവിടെ കണ്ടാലും സലാം പറയൽ സുന്നത്താണ് എന്ന നിങ്ങളുടെ ആദ്യ ഭാഗം പറഞ്ഞ ഒന്നാമത്തെ മുഖദ്ദിമ സ്വീകാര്യമല്ല. സുന്നത്താവുന്ന സമയവും ഉണ്ട്, സുന്നത്താകാത്ത സമയവും ഉണ്ട് എന്നതുപോലെ മുബത്തദിയെ വഹാബി എന്ന് പറഞ്ഞാലും വേണ്ടിയില്ല, മൗദൂദി എന്ന് പറഞ്ഞാലും വേണ്ടിയില്ല, ഇനി അഹ്ലെ ഹദീസ് എന്ന് പറഞ്ഞാലും വേണ്ടിയില്ല, തബ്ലീഗാദി എന്ത് അലവലാദിയാണ്. മുബത്തദിയങ്ങളൊക്കെയും വിശ്വാസപരമായ വൈകല്യമുള്ളവരാണ്, ആദർശപരമായ ഭിന്നതയുള്ളവരാണ്. മുസ്ലിം എന്ന് പറയുന്ന പൊതു നിയമത്തിൽ പെടുമെങ്കിൽ പോലും ആദർശ പ്രശ്നങ്ങളെ കൊണ്ടിട്ട് മാറി നിൽക്കുന്നവരായതുകൊണ്ട് അവർക്ക് ഇസ്ലാമിന്റെ സ്നേഹാഭിവാദ്യമാണ് സലാം. അതിനവരല്ല. ശരിയല്ലേ? സലാം പറയാ, സലാം അടക്കാന്നൊക്കെ പറഞ്ഞാൽ ഇസ്ലാമിന്റെ ആദർശത്തിന്റെ പേരിലുള്ള സ്നേഹ അഭിവാദ്യമാണ്. ഈ സ്നേഹ അഭിവാദ്യം അർപ്പിക്കാൻ മുഅ്തദികളാവുന്ന ആളുകൾ അർഹരല്ല. എന്തുകൊണ്ട്? ആദർശപരമായ സ്നേഹബന്ധം അവർ തമ്മിലില്ല. അതുകൊണ്ട് തന്നെ ആദർശപരമായ സ്നേഹബന്ധത്തിന്റെ അഭിവാദ്യം അവർക്ക് അർപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് അവർ കാഫിറാണെന്നോ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്നോ അതിനർത്ഥമില്ല. ഒറ്റ മിനിറ്റ്. ഇവിടെ ടെസ്റ്റ് അടിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഉസ്താദ്. അവരോട് പറയാനാണ്, അവരൊക്കെ മൈക്കെടുത്ത് ചോദിക്കാൻ, ടെസ്റ്റിൽ കൂടെ ഉസ്താദ് മറുപടി പറയില്ല എന്ന് അറിയിക്കാൻ വേണ്ടി മൈക്കെടുത്തതാണ്. മൈക്കോട്ട്. അസ്സലാമു അലൈക്കും. ടെസ്റ്റിലൂടെ ചോദ്യവുമില്ല, ടെസ്റ്റിലൂടെ മറുപടിയുമില്ല. അത് നമ്മളെ STVന്റെ മുഖമുദ്ര. മൈക്കില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ മൈക്കെടുത്ത് ചോദിക്കാൻ പറ്റാത്ത ആളുകൾ അതിന് സൗകര്യമുള്ള അഡ്മിന്മാരായ ആർക്കെങ്കിലും PM ചെയ്ത് ചോദിക്കേണ്ടതും അവർ മൈക്കെടുത്ത് ചോദിക്കുന്നതുമാണ്. ടെസ്റ്റ് അടിക്കുന്നതിന്, ഇവിടെ പബ്ലിക്കിൽ ടെസ്റ്റ് അടിക്കുന്നതിന് മറുപടി പറയാൻ ബാധ്യതയില്ല. അതുപോലെ തന്നെ ആരെങ്കിലും മൈക്കെടുത്ത് ചോദിച്ചതിന് നമ്മളിവിടെ മൈക്കെടുത്ത് മറുപടി പറയുന്നതിന്റെ പുറമെ ടെസ്റ്റിലൂടെ ആരെങ്കിലും മറുപടി പറഞ്ഞാൽ അതിന് STVക്ക് ഉത്തരവാദിത്വവും ഉണ്ടാവുന്നതല്ല. അത് എല്ലാ സുഹൃത്തുക്കളെയും അറിയിക്കും. ചിലർക്ക് മൈക്കില്ലാത്തത് കൊണ്ടായിരിക്കും അവര് പബ്ലിക്കിൽ ടെസ്റ്റ് അടിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ സ്ത്രീകളായിരിക്കും, അവർക്ക് മൈക്കെടുത്ത് ചോദിക്കാൻ നമുക്ക് പാടില്ലല്ലോ. ഇങ്ങനെ ഉള്ളവരാണെങ്കിൽ സൗകര്യപ്പെടുന്ന അഡ്മിന്മാരിൽപ്പെട്ട ആർക്കെങ്കിലും PM അടിച്ചിട്ട് അറിയിക്കുക, അവര് മൈക്കെടുത്ത് ചോദിച്ചോളൂ. അല്ലാതെ പബ്ലിക്കിൽ ടെസ്റ്റ് അടിച്ചതിന് മറുപടി പറയുന്നതല്ല. ആരെങ്കിലും പബ്ലിക്കിൽ ടെസ്റ്റ് അടിച്ചുകൊണ്ട് മറുപടി പറഞ്ഞാൽ അതിന് STV ഉത്തരവാദിയും അല്ല. ഉസ്താദെ, ഇഷാ മുതൽ പിന്നെ സുബഹ് വരെ തീരെ ഉറങ്ങാത്ത ആളുകൾക്ക് തഹജ്ജുദ് നിസ്കരിക്കൽ സുന്നത്തുണ്ടോ? അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അതിന്റെ ഇടയ്ക്ക് ഒന്ന് പറയാ, അഡ്മിന്മാരെ എങ്ങനെ അറിയാന്നൊരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ട്. സഹോദര, അഡ്മിന്മാര് ഈ പേര് ഇവിടെ ഇങ്ങനെ നോക്കിയാൽ കാണാൻ ഒരു തലയെക്കെട്ട് ഇട്ടിട്ട് അടയാളപ്പെടുത്തിയിട്ട് പേരിന്റെ മുന്നിൽ കൊടുത്ത, ഇപ്പൊ കീശീരിന്റെ ഉദാഹരണം പറയാ, ആലിക്കുട്ടി ഉസ്താദിന്റെ അതാ, അതുപോലെ തന്നെ KCS തങ്ങൾ പാപ്പാന്റെ അതാ, അങ്ങനെ കുറെ ആളുകളുണ്ട്. അതിൽപ്പെട്ട ആര് നിങ്ങൾ ടെസ്റ്റ് അടിച്ച് ചോദിച്ചാലും മതി. ഈ തലയെക്കെട്ട് കൊടുത്തിട്ട് ഇരിക്കുന്ന കുറെ ആളുകളുണ്ട്. അവരിൽപ്പെട്ട ആർക്കെങ്കിലും ഒരാൾക്ക് അടിച്ചാൽ മതി. എന്തേ ചോദിച്ചിന്? അതിന്റെ ഇടയ്ക്ക് ചോദ്യം മറന്നല്ലോ. ചോദ്യം മറന്നല്ലോ. എന്തിനു ചോദ്യം? തഹജ്ജുദ്. രാത്രി തീരെ കിടന്നുറങ്ങാത്ത ഒരു മനുഷ്യൻ ഇഷാ മുതൽ സുബഹി വരെ, ഉദാഹരണം നൈറ്റ് ഡ്യൂട്ടിയാണ് കുട്ടിക്കോളി, തീരെ ഉറങ്ങാത്ത ആൾക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റുമോ എന്ന് ഒരു നിവൃത്തിയില്ല. രാത്രി അല്പമെങ്കിലും ഉറങ്ങി ഉണർന്ന് നിസ്കരിക്കുന്ന നിസ്കാരത്തിന് മാത്രമേ തഹജ്ജുദ് എന്ന് പറയൂ. എന്ന് വെച്ചിട്ട് അവർ നിരാശരാവേണ്ടതില്ല. രാത്രി ഖിയാമുൽ ലൈൽ, രാത്രി നിസ്കാരം എന്ന നിലക്ക് രാത്രി പാതിരാത്രിക്ക് ശേഷം വിശേഷിച്ചും സുബഹി വരെയുള്ള സമയത്ത് നിസ്കാരത്തിന് പ്രത്യേകം പുണ്യമുള്ളതാണ്.
ആ നിസ്കാരം നിസ്കരിക്കാം. അതിന് തഹജ്ജുദ് എന്ന് പേര് പറയില്ല, ഖിയാമുൽ ലൈൽ എന്ന് പറയും. അതേ സമയത്ത് രാത്രി പാതിരയ്ക്ക് ശേഷം നിസ്കരിക്കുകയാണോ ഉറങ്ങി എണീറ്റിട്ടാണെങ്കിൽ ഖിയാമുൽ ലൈൽ എന്നും പറയും, അതോടുകൂടി തഹജ്ജുദ് എന്നും പറയും. അപ്പൊ തഹജ്ജുദ് ആവണമെങ്കിൽ ഉറങ്ങി എഴുന്നേറ്റ് ചെയ്യണം. പാതിരാത്രിക്ക് ശേഷമാണ് ഉറങ്ങി എഴുന്നേറ്റിട്ടാണെങ്കിൽ ഖിയാമുൽ ലൈലും ആകും തഹജ്ജുദും ആകും. ഇനി അങ്ങനെയല്ല, ഉറങ്ങിയിട്ടേ ഇല്ല, എന്നാൽ പാതിരാത്രിക്ക് ശേഷം നിസ്കരിക്കുന്ന നിസ്കാരം ഖിയാമുൽ ലൈലിന്റെ കൂലി കിട്ടും. ആ സമയം തന്നെ പ്രത്യേകം ഇബാദത്തിന് കൂലിയുള്ളതും പ്രാർത്ഥനയ്ക്ക് ഉത്തരവുമുള്ളതുമാണ്. അത് ഉറങ്ങി എഴുന്നേറ്റോളന്നില്ല. അപ്പൊ അങ്ങനെ രാത്രി നെറ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ആ സമയത്ത് നിസ്കരിച്ചാൽ രാത്രി ഹയാത്താക്കിയ കൂലി കിട്ടും, രാത്രി നിന്ന് നിസ്കരിച്ച പുണ്യം ലഭിക്കും. തഹജ്ജുദ് ആവൂല എന്ന് മാത്രം. തഹജ്ജുദ് ആവണമെങ്കിൽ അല്പമെങ്കിലും ഉറങ്ങി എഴുന്നേറ്റുകൊണ്ടാവണം. അസ്സലാമു കേൾക്കുന്നുണ്ടോ ഉസ്താദേ? എന്റെ സംശയം, ഒരാൾക്ക് 1,00,000 റുപ്യ നമ്മൾ കടം കൊടുത്ത്, അപ്പൊ അത് പിന്നീട് തിരിച്ചു ചോദിച്ചപ്പോൾ അയാളത്തെ കയ്യിലില്ല. അപ്പൊ അയാൾ പറഞ്ഞ് വീട്ടിലത്തെ ആധാരം പണം വെച്ചിട്ട് ആ 1,00,000 റുപ്യ തിരിച്ചു തരാറുണ്ട്. അപ്പൊ ആ കാശ് പലിശപ്പെടുന്നതിന് കൊണ്ട് വാങ്ങാൻ പറ്റുമോ? അതാണ് എന്റെ സംശയം. ഞാൻ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും. ഖുർആൻ പറഞ്ഞ് നമ്മൾക്ക് തരാനുള്ള വ്യക്തി തൽക്കാലം സാമ്പത്തികമായ പ്രയാസം കൊണ്ടാണെങ്കിൽ നമ്മൾ അവധി നീട്ടിക്കൊടുക്കണം. എന്നിട്ട് ഒന്നിച്ചില്ലെങ്കിൽ ഗഡുക്കളായിട്ട് വാങ്ങണം. അതാണ് അതിനുള്ള ശരിയായ മാർഗം. ഒരു മുസ്ലിമായ സഹോദരനെ ബാങ്കിലെ ഊരാക്കുടുക്കിൽ അയാളുടെ കഴുത്ത് കുടുക്കി പലിശന്റെ അടിമയാക്കാതെ നോക്കാൻ നമ്മൾ കൂടി ശ്രദ്ധിക്കണം. അദ്ദേഹം തന്നെ ശ്രദ്ധിക്കേണ്ടത് 10 സെന്റും വീടും ഉള്ള സ്ഥലത്ത് അതൊന്നായിട്ട് പണയപ്പെടുത്തി 1,00,000 ബാങ്കിൽ നിന്ന് വാങ്ങിയിട്ട് ഖിയാമത്ത് നാൾ വരെ കൗത്തു കുടിക്കണ നാളെ പരലോകത്തള്ളാന്റെ അടുക്കൽ നരകം വേണ്ടി വരുന്ന ഈ ഇതിന് പോകാതെ അതിൽപ്പെട്ട 2 സെന്റ് വിറ്റിട്ടെങ്കിലും കടം വീട്ടുകയാണ് വേണ്ടത്. മനസ്സിലായില്ലേ? കടം വീട്ടുക. അതെങ്ങനെ കടം വീട്ടുക? വിറ്റാളി ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ബാങ്കിൽ നിന്ന് പലിശ വാങ്ങിയാൽ ഒരിക്കലും രക്ഷപ്പെടൂല, ദുന്യാവിനും രക്ഷപ്പെടൂല, ആഖിറത്തിനും രക്ഷപ്പെടൂല. സുന്നത്തായ വലിയ പുണ്യാണ്. നമ്മൾക്ക് കിട്ടാനുള്ള കാശ് തരാൻ ഇപ്പോൾ തൽക്കാലം ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ അവധി നീട്ടിക്കൊടുത്താൽ, ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കാണാം, ഒരാൾക്ക് കടം കൊടുത്താൽ അവധി ആവുന്നത് വരെ ആ പൈസയുടെ പകുതി സദഖയുടെ കൂലി കിട്ടും. ഉദാഹരണം, 1,00,000 റുപ്യ ഒരാൾക്ക് കടം കൊടുത്താൽ അത് നിങ്ങൾക്ക് തിരിച്ചു തരേണ്ട അവധി വരെ 50,000 രൂപ സദഖ ചെയ്ത കൂലി നിങ്ങൾക്ക് കിട്ടും. അത് മുഴുവൻ ലക്ഷം നിങ്ങൾക്ക് തിരിച്ചു വാങ്ങാൻ, എന്നാലും 50,000 സദഖ ചെയ്ത കൂലി കിട്ടും. അവധി എത്തിയിട്ട് പിന്നെ നീട്ടിക്കൊടുത്താൽ ഓരോ ദിവസത്തിനും ഇത്രയും സംഖ്യ സദഖ ചെയ്ത കൂലി കിട്ടും. ഇപ്പൊ 1,00,000 നിങ്ങൾക്ക് തരാനുള്ളത് ഒരു 3 മാസം നിങ്ങൾ നീട്ടിവെച്ച് നോട്ടിക്കോളി. എന്നാൽ 90 ലക്ഷം അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്ത കൂലി 90 ദിവസം കൊണ്ട് കിട്ടും. ഓരോ ദിവസത്തിനും അത്രയും സംഖ്യ സദഖ ചെയ്ത കൂലി കിട്ടും. അപ്പൊ അതുകൊണ്ട് ആ സുഹൃത്തിനെ ആരായാലും അയാളും പരമാവധി ഉത്സാഹിച്ച് എത്രയും വേഗം പെട്ടെന്ന് വീട്ടാൻ മാർഗം നോക്കുക. മറ്റൊരു വഴിയില്ലെങ്കിൽ വിറ്റിട്ട് വീട്ടുക. ബാങ്കിലും പണയത്തിനും പോകാൻ പാടില്ല. അത് കടുത്ത പലിശയിൽ കുടുങ്ങി നരകത്തിൽ പോകേണ്ടി വരും. അതുപോലെ തന്നെ ഒരു സാവകാശം കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടാതെ നിങ്ങൾക്ക് സദഖ ചെയ്ത കൂലിയും കിട്ടും, അദ്ദേഹത്തിന് അല്പൊരാശ്വാസവും ആകും. ഓക്കെ, സമയം നമ്മൾ പറഞ്ഞതനുസരിച്ചുള്ള സമയം കഴിഞ്ഞു. ഇനി ചെറുതായിട്ടൊന്ന് ദുആ ചെയ്യുക. ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയാണ്, പ്രസവിക്കാൻ വേണ്ടി ആശുപത്രിയിലാണ്. സുഖപ്രസവത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മൊത്തം ചെറുതായിട്ടൊന്ന് ദുആ ചെയ്ത് ഇനി ഇൻഷാ അല്ലാഹ് 3:30 മുതൽക്ക് നമ്മുടെ ഖുർആൻ ക്ലാസ് ഇൻഷാ അല്ലാഹ് ഉണ്ടാവും. ഖുർആൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മള് ബദ്ർ മൗലിദ് എന്ന് ഉണർത്തുന്നു. അപ്പോ രണ്ടിനും കൂടി സമയം കിട്ടാൻ വേണ്ടിയിട്ട്
പെട്ടെന്ന് നിർത്തുകയാണ്. അതിന്റെ ഇടയ്ക്ക് എന്തോ പ്രധാനപ്പെട്ട വിഷയം പറയാനുണ്ടെന്ന് തെക്കുമല ഉസ്താദ് പറയുന്നുണ്ട്. ഒരു മിനിറ്റ്. ഉസ്താദെ സോറി, ഒരു പള്ളിയിൽ നിന്ന് വരികയാണ്. വരുമ്പോഴാണ് ഉസ്താദ് ദ്വാ ചെയ്യാൻ ഒരുങ്ങുന്നത്. അപ്പോ ഒരു സുഹൃത്ത് കുറെ മുമ്പ് ഉസ്താദിനോട് പറയാൻ വേണ്ടിയിട്ടൊക്കെ PM ചെയ്ത KMNVKKD ആണ്. VKD നമ്മുടെ AMVKKD അല്ല. ഇദ്ദേഹത്തിന്റെ പെങ്ങളുടെ പ്രസവം സുഖപ്രസവം കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സുഖപ്രസവം കിട്ടാൻ വേണ്ടിയിട്ട് 4444 സ്വലാത്ത് ചൊല്ലി തീർത്തിട്ടുണ്ട് എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അത് ഉസ്താദ് ഒന്ന് ദ്വായിൽ ഉൾപ്പെടുത്താൽ മതി. KMNVKD എന്നുള്ളൊരു സുഹൃത്താണ്. ഐഡിയ അങ്ങനെയാണ്. ഇൻഷാല്ല മൈക്ക് വിടുന്നു. ദ്വാ വസിയത്തോടെ ഉസ്താദെ മൈക്കിലേക്ക്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി സയ്യിദിനാ മൗലാനാ മുഹമ്മദ് സ്വലാത്തൻ തുർളീക വതുർളീഹി വതുർളാ ബിഹാ അന്നാ യാ അർഹമർ റഹീമീൻ. അർഹമർ റഹീമായ രാജ സയ്യിദായ തമ്പുരാനെ, പരിശുദ്ധ റമദാൻ ശരീഫിന്റെ ബറക്കത്ത് കൊണ്ടും പുണ്യമേറിയ ഈ സമയത്തിന്റെ ബറക്കത്ത് കൊണ്ടും ഈ ഇൽമിന്റെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ടും നീ ആദരിച്ച മുഴുവൻ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങളുടെ ഹക്ക് ബറക്കത്ത് കൊണ്ടും സാധുക്കളായ ഞങ്ങളുടെ പാപങ്ങൾ നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹ്. അറിഞ്ഞും അറിയാതെയും ചെയ്ത ചെറുതും വലുതുമായ എണ്ണമറ്റ പാപങ്ങൾ ചെയ്ത സാധുക്കളായ ഞങ്ങൾക്ക് നീ നിന്റെ മഹളായ ഫദ്ൽ കൊണ്ടും ഈ സമയത്തിന്റെ ഈ മാസത്തിന്റെ ഹക്ക് കൊണ്ടും നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹ്. റബ്ബേ, ശേഷിച്ച ജീവിതം നിന്റെ പൊരുത്തത്തിലും ത്വാഅത്തിലുമായി ഉപയോഗിക്കാനുള്ള ആഫിയത്തോടു കൂടിയുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. ദീർഘകാലം നിനക്ക് ഇബാദത്ത് ചെയ്യാനും ഒരുപാട് കൊല്ലം പരിശുദ്ധ റമദാൻ ശരീഫിനെ സ്വീകരിക്കാനുള്ള ആഫിയത്തുള്ള ദീർഘായുസ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ വാക്കുകളും പ്രവർത്തികളും നിയ്യത്തുകളും സ്വഭാവങ്ങളും ഒക്കെ നിന്റെ പൊരുത്തത്തിലാക്കണേ റഹ്മാനെ. നല്ലത് ചെയ്യാനും നല്ലത് പറയാനും നല്ലവരോടൊന്നിച്ച് ഒരുമിച്ച് കൂടാനും ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാഹ്. അർഹമർ റഹീമായ തമ്പുരാനെ, ഒരുപാട് പാവങ്ങൾ പലതരത്തിലുള്ള വിഷമങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. 4444 വട്ടം നാരിയത്തു സ്വലാത്ത് ഹബീബിന്റെയും അവിടുത്തെ ആല സാഹിബിന്റെ പേരിലും ചൊല്ലി പ്രസവം എളുപ്പമാവാൻ വേണ്ടിയിട്ട് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞ ആ സഹോദരനെ നിനക്കറിയാം റബ്ബേ. അവർക്ക് നീ സന്തോഷവും റാഹത്തും നൽകണേ തമ്പുരാനെ. അതുപോലെ തന്നെ നേരത്തെ ചോദ്യം ചോദിച്ച ബെഡ് റെസ്റ്റ് നിർദ്ദേശിക്കപ്പെട്ട സഹോദരി യാതൊരു വിഷമവുമില്ലാതെ റാഹത്തായ സുഖപ്രസവം നൽകണേ റഹ്മാനെ. കുട്ടിക്കും തള്ളക്കും യാതൊരു വിഷമവുമില്ലാതെ റാഹത്തായ നിനക്ക് ആഫിയത്തോടു കൂടിയുള്ള സുഖപ്രസവം നൽകണേ റഹ്മാനെ. അതുപോലെ തന്നെ ശരിയായ വളർച്ച എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് വെറുതെ ഡോക്ടർമാർ പേടിപ്പിച്ചിട്ട് 8ാം മാസത്തിലാണെന്ന് പറഞ്ഞ് ചോദിച്ച ആ സഹോദരന്റെ ആ സഹോദരി ആ ഭാര്യക്ക് റബ്ബേ കുഞ്ഞിന് പൂർണ്ണമായ ആരോഗ്യവും വളർച്ചയും എത്തി യാതൊരു പ്രയാസവുമില്ലാതെ റാഹത്തായ നിനക്കുള്ള സുഖപ്രസവം നൽകണേ തമ്പുരാനെ. സ്വാലിഹായ സന്താനങ്ങൾക്ക് ജന്മം നൽകാനുള്ള ഭാഗ്യം തരണേ തമ്പുരാനെ. റഹ്മുറാഹിമായ റബ്ബേ, അതുപോലെ ഞങ്ങളെ പ്രിയപ്പെട്ട സുലൈമാമായി സുഖമില്ലാതെ കിടക്കുകയാണ്. നിന്റെ പരിശുദ്ധമായ മദീന ഷരീഫിൽ ഹബീബിന്റെ ചാരത്ത് അസ്ഹാബുൽ ബദ്രീങ്ങളുടെ ഹക്കുകൊണ്ട്, പ്രത്യേകിച്ച് ഉഹദ് ശുഹദാക്കളുടെ കറാമത്ത് കൊണ്ട്, ഹംസത്തുൽ കറാർ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ കറാമത്ത് കൊണ്ട് ആ സഹോദരന് നീ പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, റമദാൻ ശരീഫിനെ അർഹിക്കുന്ന രീതിയിൽ ആദരിക്കാനും നോമ്പുകൊണ്ടും ഖിറാഅത്ത് കൊണ്ടും ദാനധർമ്മങ്ങളെ കൊണ്ടും മറ്റു സ്വാലിഹായ അമലുകളെ കൊണ്ടും പരിശുദ്ധ റമദാൻ ശരീഫിനെ ആദരിച്ച് ഇബാദത്ത് കൊണ്ട് സജീവമാക്കാനുള്ള ഭാഗ്യം തരണേ റഹ്മാനെ. റബ്ബേ, പ്രത്യേകം എണ്ണിപ്പറയാതെ എല്ലാം അറിയുന്ന നീ ഞങ്ങളുടെ എല്ലാവിധ ഹൈറായ ഹലാലായ മുറാദുകളും നീ ഹാസുലാക്കി തരണേ തമ്പുരാനെ. എല്ലാവിധ തടസ്സങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും നീ ദൂരീകരിക്കണേ റഹ്മാനെ. റബ്ബേ, ദുന്യാവിലും ആഖിറത്തിലുമുള്ള എല്ലാ ഹൈറുകളും ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ചു തരണേ തമ്പുരാനെ. ദുന്യാവിലും ആഖിറത്തിലുമുള്ള എല്ലാ ശർറുകളിൽ നിന്നും നീ കാക്കണേ റഹ്മാനെ. ഞങ്ങളെ മക്കളെയൊക്കെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ഏതൊക്കെ ഹൈറുണ്ടോ ആ ഹൈറിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ എന്തൊക്കെ ഷറുകളുണ്ടോ ആ ഷറുകളെ തൊട്ടൊക്കെ കാക്കണേ റഹ്മാനെ. അവസാനം ഹുസ്നുൽ ഖാത്തിമത്ത് തന്ന് ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ഖബർ ജീവിതവും മഹ്ശറയും ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ റഹ്മാനെ. നിന്റെ അർശിന്റെ തണലേഖപ്പെടുന്നവരുടെ കൂട്ടത്തിൽ എളിയവരായ ഞങ്ങളെ നീ പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. പടച്ചവനെ, വിചാരണ എളുപ്പമാക്കി ഹബീബിന്റെ ശഫാഅത്ത് കൊണ്ട് വിജയിച്ച് രക്ഷപ്പെട്ട്
നരകത്തിൽ നിന്ന് എത്തിക്ക് ചെല്ലപ്പെട്ട് നിന്റെ റഹ്മത്തിന്റെ വീടാവുന്ന സ്വർഗ്ഗ പൂങ്കാവനത്തിൽ നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും മറ്റ് അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ മുത്തഖീങ്ങളോടും കൂടി ഒരുമിച്ചുകൂടി നിന്റെ ലിഖാ കണ്ട് ആനന്ദിക്കാനുള്ള സൗഭാഗ്യം തന്നെ അനുഗ്രഹിക്കണേ റഹ്മാനെ. അതുപോലെ ഞങ്ങളെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, കൂട്ടുകുടുംബങ്ങൾ, ഉസ്താദന്മാര്, മശായിഖ്